വെട്ടമൊക്കെ വീണ് വരുന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓൾ റൈറ്റ്. ഓക്കെ. Morning. First of all, let me introduce myself. എൻ്റെ പേര് ശരവണൻ. ഐ ഹെയിൽ ഫ്രം ഇടുക്കി ഡിസ്ട്രിക്ട്. ഓക്കെ, മൂന്നാറിനൊക്കെ അടുത്താണ്. ഞാനൊരു 14 വർഷമായിട്ട് ഇവിടെ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് കളമശ്ശേരിയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഞാൻ ഭാര്യ, മകൾ, ചെറിയൊരു കുടുംബമാണ് എൻ്റേത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് വിശദമായിട്ട് പരിചയപ്പെടണമെന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ദ ടൈം ഈസ് നോട്ട് ഇനഫ് ടു ഗെറ്റ് നോ ഈച്ച് അതർ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അല്ലേ, നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയാം അല്ലേ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ്, ബിസിനസ് ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ലാംഗ്വേജ് എന്ന രീതിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് നിലവിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയാണ്. 1 by 1 നിങ്ങളുടെ ഒരു ആസ്പെക്റ്റിൽ ആ ലാംഗ്വേജ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? അത് മനസ്സിലുണ്ടാവും, പക്ഷെ അത് പുറത്തേക്ക് വരില്ല. ശരി, ഐഡിയ ഉള്ളിലുണ്ട്, പക്ഷെ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറയാണ്ട് കഴിയുന്നില്ല അല്ലേ? പിന്നെ പറയാം മേഡം. ഹലോ സർ. പറഞ്ഞോളൂ. അടുത്തത് പിന്നെ ആളുകൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ. അതായത് പറഞ്ഞാൽ തെറ്റിപ്പോവോ കാരണം നമുക്ക് ബ്രിട്ടീഷുകാർ അതേ ശൈലിയിൽ ആ ഒരു ഇത് കിട്ടില്ലല്ലോ, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണല്ലോ സംസാരിക്കുക. അതെ അതെ, യെസ്. അപ്പോൾ പല നേതാക്കന്മാരും സംസാരിക്കുമ്പോൾ നമ്മൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒറിജിനൽ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല. അതെ, കറക്റ്റ്. അങ്ങനെ അതെ. എവിടെ എന്താ ചേർക്കണം എന്നുള്ളത് അറിയില്ല, അതാണ് ഒരു വിഷമം. മനസ്സിലായി. ഒരു ഐഡിയ നമ്മുടെ ഒരു ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നില്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഒഴിക്കാൻ മട്ടില്ല എന്നുള്ള അർത്ഥം, ഫ്ലുവൻസി. ഓക്കെ, പറയാൻ കഴിയുന്നത് പക്ഷേ ഒരു കൃത്യമായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ വരുന്നുണ്ട്. ശരിയല്ലേ? നെക്സ്റ്റ് ഫീഡ്ബാക്ക്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏകദേശം എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് ഒരു സമാന സ്വഭാവം ഉള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരു ഉള്ളിലൊരു ആശയം ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരാണ്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സാഹചര്യം പെട്ടെന്ന് വരുമ്പോൾ മലയാള ഭാഷയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ എൻ്റെ നേറ്റീവ് ലാംഗ്വേജിൽ എനിക്ക് പറയാൻ കഴിയുന്നത് പോലെ ഇംഗ്ലീഷിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ മിക്കവരും പറയാറുള്ള ഒരു ഫീഡ്ബാക്ക്. അതാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി മലയാളത്തിലേക്ക് നമുക്ക് ഒന്ന് വരാം. മലയാളം നമുക്കറിയാം നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്. എന്ത് സാഹചര്യം ആയിക്കോട്ടെ, ഏത് സാഹചര്യം ആയിക്കോട്ടെ, നമ്മളൊരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായൊരു ഐഡിയ ഉണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പകല് പോലെ നമുക്കൊരു വ്യക്തതയുണ്ട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളത്. ശരിയല്ലേ? അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു കാരണം എന്താണെന്ന് പറയാമോ? നമ്മുടെ മാതൃഭാഷയിൽ എന്തുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്തായിരിക്കും അതിന്റെ റീസൺ? ആരെങ്കിലും പറയാമോ? മലയാളത്തിൽ നമുക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. ഓക്കെ, മാതൃഭാഷയാണ്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താന്ന് പറയാമോ? എന്തായിരിക്കും അതിന്റെ കാരണം? അത് നമ്മൾ ആദ്യം തന്നെ അതാണല്ലോ പരിചയിച്ചു പോകുന്നത്. നമ്മളെ മാതാപിതാക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും എല്ലാവരും അതാണല്ലോ വന്നത്. എനിക്ക് ഈ അഫർമേഷൻ പറയുമ്പോഴൊക്കെ ഈ ഇംഗ്ലീഷ് കൊണ്ടുവരുമ്പോ ഞാൻ അതെന്താണ് ഇപ്പൊ മനസ്സിൽ വിചാരിക്കാന്നല്ലാതെ പറയാൻ കഴിയൂല. അപ്പൊ എനിക്ക് ഇതിനോട് വരികയാണ്. മാഡം പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ് മാഡം പറഞ്ഞത്. അതിന് കാരണം വളരെ സിമ്പിൾ ആണ്. വി വെയർ ബോൺ ഇൻ എ സൊസൈറ്റി വെയർ അവർ നേറ്റീവ് ലാംഗ്വേജ് ഈസ് സ്പോക്കൺ അല്ലെ? നമ്മുടെ മാതൃഭാഷ സംസാരിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മൾ ജനിച്ചു വീണത്. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ എന്തുണ്ട്? മലയാളം ഉണ്ട്. സോ റൈറ്റ് ഫ്രം ദ ചൈൽഡ്ഹുഡ്, സോ ദർ ഈസ് എ കമ്പൽസീവ് സിറ്റുവേഷൻ വെയർ വി ഹാവ് ടു ലിസൺ ആൻഡ് വി ഹാവ് ടു സ്പീക്ക് ഇൻ അവർ നേറ്റീവ് ലാംഗ്വേജ്. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ശരിയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഐ ഹാവ് ടു ലിസൺ ടു മൈ നേറ്റീവ് ലാംഗ്വേജ്, ഐ ഹാവ് ടു സ്പീക്ക് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അപ്പൊ ഇതൊരു കമ്പൾസീവ് സിറ്റുവേഷൻ ആണ്. അതായത് ഒരു നിർബന്ധിത സാഹചര്യം. ആ സാഹചര്യമാണ് നമ്മുടെ ഗുരു ഇവിടെ. എനിക്കത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇനി ഇംഗ്ലീഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഇംഗ്ലീഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അതായത് ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ എപ്പോഴും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ATM കൗണ്ടറിൽ പോകുന്നു. So definitely there will be multiple language options, and of course, since we are comfortable with Malayalam, often we have a tendency to go for Malayalam. ശരിയല്ലേ?
ഇപ്പൊ ഇംഗ്ലീഷൊക്കെ എടുക്കാറുണ്ട്, എന്നാലും മലയാളം കണ്ടാൽ ഒരു മനസ്സിനൊരു സുഖം അല്ലേ? അതുപോലെ അതെ തന്നെ ഇപ്പൊ നമ്മള് ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പൊ തിരക്കായതുകൊണ്ട് വി ആർ റിക്വസ്റ്റഡ് ടു വെയിറ്റ് ഫോർ ഹാഫ് ആൻ അവർ. സോ ഇൻ ഓർഡർ ടു പാസ് ടൈം അവിടെ കുറച്ചു നേരം നമ്മൾ വായിക്കാനായിട്ട് അവിടെ പീരിയോഡിക്കൽസ്, ഹെൽത്ത് മാഗസിൻ ഒക്കെ ഉണ്ടാവും അല്ലേ? ക്ലിനിക്കിൽ പോയിട്ടുള്ളവർക്ക് നമുക്കറിയാം. അപ്പൊ അവിടെ മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. 100% ഉറപ്പിച്ച് പറയാം, 100% നമ്മൾ ഏതേ എടുക്കുള്ളൂ? ആ മലയാളം മാഗസിനെ എടുക്കുകയുള്ളൂ. ശരിയാണോ അല്ലയോ? അല്ലേ? ഓക്കെ, അതെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആണ്, ആ ലാംഗ്വേജിൽ നമ്മൾ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ഞാനത് എടുക്കുന്നു. അത് തികച്ചും സഹജമായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. അത് ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. പക്ഷേ എന്താണ് നമ്മൾ ഈ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എപ്പോഴും മലയാളത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ നമുക്ക് വേണ്ടത്ര എക്സ്പോഷർ കിട്ടാതെ പോകുന്നു എന്നുള്ള വലിയൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് ദ വെരി റീസൺ വൈ വി ആർ ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ദ വേ വി ഡു ഇൻ അവർ മദർ ടങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ മലയാളത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ മാതൃഭാഷയുടെ കാര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചോ ആ സാഹചര്യങ്ങളൊക്കെ ഇവിടെ വരണം. ഓക്കെ, ഇപ്പൊ നേറ്റീവ് ലാംഗ്വേജിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വാട്ട് എവർ വി ലിസൺ ഈസ് അവർ മലയാളം, വാട്ട് എവർ വി സ്പീക്ക് ഈസ് ഇൻ മലയാളം, ആൻഡ് ഓഫ് കോഴ്സ് വി പ്രിഫർ ടു വാച്ച് മലയാളം മൂവീസ്, വി പ്രിഫർ ടു ലിസൺ ടു മലയാളം സോങ്സ്, ഓഫ് കോഴ്സ് വി പ്രിഫർ ടു റീഡ് മലയാളം ന്യൂസ് ആർട്ടിക്കിൾസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ മലയാളം മലയാളം മലയാളം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാറ്റം വരുന്നത് എന്താണെന്നറിയാമോ? when your daily life is full of a particular language, when your daily life is full of your native language, your brain and subconscious mind automatically default to it. നമ്മൾ ഏത് ഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ തലച്ചോറും നമ്മുടെ മനസ്സും എല്ലാം ആ ലാംഗ്വേജുമായിട്ട് ഡിഫോൾട്ട് ആവും. അതായത് എന്താണെങ്കിലും ശരി, അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അതിനെയാളുടെ ഡിഫോൾട്ട് എന്ന് പറയാം, ബൈ ഡിഫോൾട്ട് എന്ന് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഉള്ളിൽ, പക്ഷെ അത് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് പറയാൻ കഴിയാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. സോ വെനെവർ ദർ ഈസ് ആൻ ഒക്കേഷൻ വെൻ വി ഗെറ്റ് ഇൻ ടു എ കോൺവെർസേഷൻ വിത്ത് സം വൺ, നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, വി കൺസീവ് ദ ഐഡിയ ഇൻ അവർ നേറ്റീവ് ലാംഗ്വേജ് മലയാളം, ദെൻ വി വിൽ ട്രൈ ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് ഐഡിയ ഫ്രം മദർ ടങ് ടു ഇംഗ്ലീഷ്. ശരിയല്ലേ? എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മളത് മലയാളത്തിൽ ചിന്തിക്കും, എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഒരിക്കലും 100% അൺസയന്റിഫിക് ആയിട്ടുള്ള, അശാസ്ത്രീയമായിട്ടുള്ളൊരു മെത്തഡോളജിയാണിത്, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. വൈ? കാരണം ഇംഗ്ലീഷ് ഈസ് ഡെവലപ്ഡ് ഇൻ എ കൺട്രി വെയർ കൾച്ചർ ഈസ് ഓൾസോ ഡിഫറെന്റ്. അല്ലാതെ മലയാളത്തിന് അനുസൃതമായിട്ട് രൂപപ്പെട്ട ഒരു ഭാഷയല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അതൊരു മറ്റൊരു രാജ്യത്ത് രൂപപ്പെട്ടതാണ്. And sometimes, it may be true that when you try to translate your idea from mother tongue to English, some occasion it may work. But I'm damn sure 70% occasion അത് നടപടിയാവില്ല. ഒരിക്കലും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് മലയാളത്തിൽ പറയേണ്ടി വരുമ്പോൾ നമ്മൾ മറ്റൊരു ഭാഷയിൽ ചിന്തിച്ചിട്ടാണോ നമ്മൾ മലയാളത്തിൽ പറയുന്നത്? ആണോ? അല്ല. We have the capacity to frame thoughts in our native language. ചിന്തകളായിട്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ഭാഷ അത് വാക്കുകളായിട്ടും പുറത്തു വരുള്ളൂ കേട്ടോ. നമ്മളത് ഹാർഡ് ട്രൂത്ത് ആണ്. വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. ചിന്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഭാഷ സംസാരിക്കാനും പറ്റൂ. അല്ലാതെ ഒരു ഭാഷയിൽ ചിന്തിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു കാരണവശാൽ അത് പ്രാക്ടിക്കൽ അല്ല. വൈ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ബിക്കോസ് when you conceive your idea in your head in your mother tongue, then when you try to translate that idea from mother tongue to English, your entire focus will be distracted to the grammatical aspect of the language and speak will become more difficult. അതായത് മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഗ്രാമർ ശരിയാണോ, ഈസ് ആണോ, വാസ് ആണോ, ഹാസ് ആണോ, ഹാഡ് ആണോ, അങ്ങനെ ചിന്തിച്ച് നമ്മുടെ ശ്രദ്ധ മൊത്തം എങ്ങോട്ട് പോകും? അങ്ങോട്ട് പോകും. സംസാരിക്കേണ്ട ഭാഷ ഏതാ? ഇംഗ്ലീഷ്. അതിൽ ഒരു ശ്രദ്ധയും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ഈ ട്രാൻസ്ലേഷന്റെ ഏറ്റവും വലിയ കുഴപ്പം. അത് ഒരു തെറ്റല്ല കേട്ടോ. എവരിവൺ ഈസ് ഡൂയിങ് ദ സെയിം. ഈവൻ ഐ ഹാവ് ഡൺ ദാറ്റ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് മൈ ലേണിംഗ്. ഡെഫിനറ്റ്ലി ഐ ഹാവ് ഡൺ ദാറ്റ്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലായ്പ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആക്ച്വലി വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ഇംഗ്ലീഷ്. പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ഇംഗ്ലീഷ്. പിന്നെ എന്തിനാണ് പേടി? ഇംഗ്ലീഷിനെ അല്ല അവർക്ക് പേടി.
ദേ ആർ അഫ്രൈഡ് ഓഫ് ജഡ്ജ്മെന്റ്. ശരിയാണോ അല്ലയോ? ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് മോശമായി പോയി കഴിഞ്ഞാൽ കേൾവിക്കാരൻ എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എന്ത് പറ്റും? ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ജഡ്ജ്മെന്റിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ട്രാജഡി ഇത് തന്നെയാണ്, ജഡ്ജ്മെന്റ്, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഞാനൊരു സത്യം പറയട്ടെ, ഒരാൾ നിങ്ങളുടെ ഇംഗ്ലീഷിനെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്കാണ് പ്രശ്നം, അല്ലാതെ വേറെ ആർക്കും അതൊരു പ്രശ്നമേ അല്ല. ഇപ്പം ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഹിന്ദി വളരെ മോശമാണെന്ന് വിചാരിക്കുക, അത്ര പോരാ. വി നോ വെരി വെൽ ദാറ്റ് വി ആർ നോട്ട് ദാറ്റ് ഗുഡ് അറ്റ് ഹിന്ദി. എന്നിരുന്നാലും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹിന്ദി പോരാന്ന്. എന്നാലും അത് പറയാനായിട്ട് നമുക്ക് വലിയൊരു മടി കാണാറില്ല അല്ലേ? നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ നമ്മളെ ചിരിച്ച് കളിയാക്കിയാലും നമ്മളെ നോക്കി ചിരിച്ചാലും ഒന്നും നമുക്കതൊരു പ്രശ്നമല്ല. തമിഴും അതുപോലെ തന്നെ. നമ്മുടെ തമിഴ് അത്ര പോരാ എന്നാങ്കിൽ പോലും ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ സംസാരിക്കും അങ്ങോട്ട്. അവിടെ എന്തൊക്കെയോ പറയുന്നു, തെറ്റാണ്. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കളിയാക്കിയാലും ഒന്നും എനിക്കതൊരു പ്രശ്നമല്ല. മറ്റേതൊരു ഭാഷയുടെ കാര്യത്തിലും അതൊരു ജഡ്ജ്മെന്റിനെ ഞാൻ കാര്യമാക്കുന്നില്ല. ഐ എം ലീസ്റ്റ് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. ബട്ട് ആസ് ഫാർ ആസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസേൺഡ്, I do believe that, if I make a mistake, the entire sky will collapse. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മാത്രം ഞാനൊരു തെറ്റ് വരുത്തിയാൽ എൻ്റെ ധാരണ ആകാശം മൊത്തം ഇടിഞ്ഞു വീഴും. ശരിയാണോ അല്ലയോ? ഇങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും ഇല്ലേ? ഇല്ലേ? ഉണ്ട് സർ. അവിടെ ഇത് വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞ. ഒന്നും അറിയാത്ത ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റായിരിക്കും, അപ്പൊ പിന്നെ മിണ്ടായിരിക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, അപ്പം അതാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ വരുന്ന തെറ്റിനെ നമ്മൾ തന്നെ ഇഗ്നോർ ചെയ്യും. അതൊരു പ്രശ്നമല്ല എനിക്ക്. പക്ഷെ ഇംഗ്ലീഷ് തെറ്റി സംസാരിക്കുന്നത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ഈ മൈൻഡ് സെറ്റിൽ നിന്ന് വി ഹാവ് ടു കം ഔട്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ മാഡം? എല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക്കലി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഈസ് ഡെവലപ്ഡ് ഇൻ എ കൺട്രി വെയർ കൾച്ചർ ഈസ് ഓൾസോ ഡിഫറെന്റ്. ദാറ്റ് ഈസ് നോട്ട് മൈ മദർ ടങ്. അതെന്റെ മാതൃഭാഷയല്ല. ആൻഡ് നത്തിങ് ടു ബി കൺസേൺഡ് ടു മേക്ക് എ മിസ്റ്റേക്ക് ഇൻ എ ലാംഗ്വേജ് ദാറ്റ് ഈസ് നോട്ട് മൈ മദർ ടങ്. എന്റെ മാതൃഭാഷ അല്ലാത്ത ഒരു ഭാഷ ഞാൻ സംസാരിക്കുമ്പോൾ അതിനകത്ത് തെറ്റ് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇഫ് യു ആർ നോട്ട് റെഡി ടു മേക്ക് മിസ്റ്റേക്സ്, ഐ എം സോ ടു ടെൽ യു ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ഫോർ യു ടു ലേൺ ഇംഗ്ലീഷ്. ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൽ തെറ്റ് വരുത്തുക എന്നുള്ളത് ആ പ്രോസസ്സിന്റെ ഭാഗമാണ്. അവിടെ തെറ്റ് വരുത്താൻ ഞാൻ മടിച്ചാൽ ആ ഭാഷ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ഞാനൊരു ഇടുക്കിക്കാരനാണ് കേട്ടോ, ഒരു സാധാരണ തനി ഗ്രാമീണനാണ് ഞാൻ. ഐ കംപ്ലീറ്റഡ് മൈ എൻ്റർ എഡ്യൂക്കേഷൻ ഇൻ മലയാളം മീഡിയം ഓൺലി. ഓക്കെ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചതെല്ലാം. പൂർണ്ണമായിട്ടും മലയാളം മീഡിയമാണ്. ടു ബി ഹോണസ്റ്റ്, ഐ വാസ് ഏബിൾ ടു സ്പീക്ക് ഈവൻ എ സിംഗിൾ വേർഡ് ഈവൻ ആഫ്റ്റർ +2 കഴിഞ്ഞതിന് ശേഷം പോലും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. സത്യമായിട്ടും ചുമ്മാ പറയുന്നതല്ല. അപ്പൊ അന്നത്തെ കാലത്ത് ബാക്ക് ദെൻ ഞാൻ ചിന്തിച്ചിരുന്ന എന്താന്ന് വെച്ചാൽ, ഐ യൂസ് ടു തിങ്ക് ഇന്ന പോലെ മലയാളം സ്കൂളിൽ പഠിച്ചിട്ട് എന്തായാലും ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്തവർക്ക് മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചിന്തിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത്. ആ ഒരു സമയത്തൊക്കെ ഒരു 17-18 വയസ്സുള്ളപ്പോൾ അതങ്ങനെയല്ല. ആർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ആർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംഭവം എന്നെ പഠിപ്പിച്ചു. ഓക്കെ, അത് ഞാൻ പറയാം എന്താന്നുള്ളത്. അത് ഏകദേശം ഐ വാസ് വെയിറ്റിംഗ് ഇൻ ദ മൂന്നാർ ബസ് സ്റ്റോപ്പ്, വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പൊ ഞാൻ എന്തോ ഒരു ഫംഗ്ഷന് പോയിട്ട് മൂന്നാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സീയിങ് മീ വെൽ ഡ്രസ്ഡ്, എ ഫോറിനർ അപ്രോച്ച്ഡ് മീ. അപ്പൊ നല്ല ടിപ് ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ട് ഒരു സായിപ്പ് എൻ്റെ അടുത്തോട്ട് വന്നു, എന്തോ ചോദിക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഹി ആസ്ക്ഡ് മീ സംതിങ് ഇൻ ഇംഗ്ലീഷ്. അദ്ദേഹം എന്നോട് എന്തോ ചോദിച്ചു. ടു ബി ഹോണസ്റ്റ്, ഐ കുഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഈവൻ എ സിംഗിൾ വേർഡ്. സ്വന്തമായിട്ട് പറഞ്ഞാൽ ഒരു വാക്ക് പോലും പുള്ളി എന്താ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ ആ പട ബെ. അപ്പൊ അദ്ദേഹം ഒരു പ്രതീക്ഷയിലാണ് വരുന്നത്, ഇവനെ കണ്ടിട്ട് നല്ല പഠിപ്പുള്ള പയ്യനാന്ന് തോന്നല ചോദിച്ചേക്കാന്ന്. പക്ഷെ അവസ്ഥ എന്താണ്? അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നാണം കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോ സീയിങ് മീ പെർപ്ലെക്സ്ഡ്, ഞാൻ ആ പാടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് ആൻ ഓട്ടോ ഡ്രൈവർ കെയിം ടു ദ സീൻ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു ഓട്ടോ ഡ്രൈവർ വരാനായിട്ട് ഇടവന്നു. ആൻഡ് ഐ സോ ദാറ്റ് പേഴ്സൺ ഈസ് സ്പീക്കിംഗ് വിത്ത് ദിസ് ഫോറിനർ ഇൻ ഫ്ലുവന്റ് ഇംഗ്ലീഷ്, ഇംപ്രസീവ് ഇംഗ്ലീഷ്. അതായത് ഒരു കാക്കി ഉടുപ്പ്, പിന്നെ അതുപോലെ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് വരുന്നതേ.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, അവരെന്താ സംസാരിച്ചെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കേട്ടോ, കാരണം അന്ന് നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടല്ലോ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ശരി, ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദ ഫോൺ സെഡ് ഓൾ റൈറ്റ് മാൻ, താങ്ക് യു സോ മച്ച്, സീ യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞ അയാൾ അങ്ങ് പോയി. എനിക്ക് അത് മാത്രമേ ഇപ്പോഴും ഓർമ്മയിലുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഫോറിനർ പോയ ഭാഗം അപ്പൊ തന്നെ ഞാൻ ഈ ഓട്ടോ ചേട്ടനടുത്ത് ചോദിച്ചു, ചേട്ടാ ഇത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ, ചേട്ടൻ എന്തോരം പഠിച്ചതാ? എനിക്ക് ടോൾ മീ, മോനെ ഞാൻ 10ാം ക്ലാസ്സും കുസ്തിയൊക്കെ തന്നെയാണ്, പക്ഷേ ഐ ഹാവ് ബീൻ റൈഡിങ് ഓട്ടോറിക്ഷ ഹിയർ ഫോർ ദ പാസ്റ്റ് 20 years. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാനിവിടെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഈച്ച് ആൻഡ് എവറി ഡേ ഐ മീറ്റ് മിനിമം 100 people. ഒരു 100 പേരെ മിനിമം ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട് ക്ലയൻസിനെ. മോസ്റ്റ് ഓഫ് ദം ആർ ഫോറിനേഴ്സ്, അതിൽ കൂടുതലും വിദേശികളാണ്. അപ്പം എൻ്റെ തൊഴിലിൽ എൻ്റെ നിലനിൽപ്പിന് ഈ ഭാഷ പഠിച്ചെടുക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചും പറഞ്ഞും ഒക്കെ പഠിച്ചെടുത്തതാന്ന് പറഞ്ഞു. ഈ ഒരു ഇൻസിഡന്റ് എന്നിലൊരു വലിയൊരു വിശ്വാസം കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അതുവരെയുള്ള ധാരണ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ എൻ്റെ കുറേ മണ്ടത്തരങ്ങൾ, അത് മൊത്തം മാറ്റി വെച്ചിട്ട് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഒരു റെഗുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആർക്കും, ഏത് സാധാരണക്കാരനും ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കാം എന്നുള്ളത് ആ ഓട്ടോ ചേട്ടൻ എന്നെ പഠിപ്പിച്ചു. അന്ന് മുതലാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഞാൻ വരുന്നത്. ആ ആസ്പെക്ട് നോക്കുമ്പോൾ ഹീസ് മൈ ഫസ്റ്റ് ടീച്ചർ. ആ ഓട്ടോ ചേട്ടനാണ് എൻ്റെ ഫസ്റ്റ് ടീച്ചർ. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ഇൻസിഡന്റ്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മൂന്നാർ, വാഗമൺ, ഊട്ടി ഇതുപോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നവര്, അതല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവർമാർ, അവരൊക്കെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരല്ല. ബട്ട് വേ ഹൗ ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ട്രൂലി അമേസിങ് ആൻഡ് ഇംപ്രസീവ്. ശരിയാണോ? ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അത്രയേ ഉള്ളൂ, ഇംഗ്ലീഷ് ഒരിക്കലും ഒരു സബ്ജക്റ്റ് അല്ല. കാണാപ്പാഠം പഠിച്ചിട്ട് കുറെ ഗ്രാമർ നിയമങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, ഒരു സബ്ജക്റ്റ് അല്ല. അതെന്താണ്? ദാറ്റ്സ് എ സ്കിൽ, ആൻഡ് എനി സ്കിൽ ക്യാൻ ബി മാസ്റ്റേർഡ് ത്രൂ റെഗുലർ പ്രാക്ടീസ് ആൻഡ് കൺസിസ്റ്റൻസി. ശരിയാണോ അല്ലയോ? ഒരു സ്കില്ല് പഠിച്ചെടുക്കണമെങ്കിൽ കൺസിസ്റ്റൻസി വേണം, റെഗുലർ പ്രാക്ടീസ് വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇതൊക്കെ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. ഇത് കറക്റ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ലാംഗ്വേജിന്റെ ലേണിംഗിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മളിൽ ഒരുപാട് പേര് ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ലെറ്റ് മീ ടു ബിക്കം എ ഫ്ലുവന്റ് സ്പീക്കർ, ദെൻ ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ ആദ്യമേ ഒരു ഫ്ലുവന്റ് സ്പീക്കർ ആവട്ടെ, എന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഇത് നടപടിയാവുമോ? ഈ ഒരു നിലപാട് പറ്റുമോ? പറ. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ അല്ലേ? ഇങ്ങനെ ചിന്തിച്ചാൽ വല്ല വിഷയമുണ്ടോ? പറ്റില്ല, ഒരിക്കലും കഴിയില്ല. ഇത് നമുക്ക് മറ്റൊരു ഉപമ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാൾ പറയാണ്, ലെറ്റ് മീ ടു ബിക്കം ആൻ എക്സ്പെർട്ട് ഡ്രൈവർ, ദെൻ ഐ വിൽ ഡ്രൈവ് ദ കാർ. ലെറ്റ് മീ ടു ബിക്കം ആൻ എക്സ്പെർട്ട് ഡ്രൈവർ ഫസ്റ്റ്, ദെൻ ഐ വിൽ ഡ്രൈവ് ദ കാർ. ഞാൻ ആദ്യമേ ഒരു എക്സ്പെർട്ട് ഡ്രൈവർ ആവട്ടെ, എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കാം. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? നോ, യു ഹാവ് ടു ഡ്രൈവ് ദ കാർ ഇഫ് യു വാണ്ട് ടു ബിക്കം ആൻ എക്സ്പെർട്ട് ഡ്രൈവർ. അതാണ് ശരി. എന്ന് പറഞ്ഞതുപോലെ സ്പീക്ക് ഫസ്റ്റ്, ഫിക്സ് ലേറ്റർ. സ്പീക്ക് ഫസ്റ്റ്, ഫിക്സ് ലേറ്റർ. ഇപ്പോൾ സംസാരിക്കൂ, അതിന്റെ കുറവുകൾ പിന്നെ പരിഹരിക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിയർ ഫ്രണ്ട്സ് യു ക്യാൻ ലേൺ ഇംഗ്ലീഷ്. ട്രസ്റ്റ് മീ, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ബിക്കോസ് ഐ ട്രൈഡ് മെനി വേസ് ടു ലേൺ ഇംഗ്ലീഷ് ഇൻ ദ പാസ്റ്റ്, ബട്ട് ഐ കുഡിന്റ് ബിക്കോസ് മൈ മെത്തഡോളജി വിച്ച് ഐ ആക്സെപ്റ്റഡ് വെയർ റോങ്. അതായിരുന്നു പ്രശ്നം. ഒരു തെറ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ഒരു ഇതുമായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡെയിലി പ്രാക്ടീസിലൂടെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു രാജ്യത്ത് ഡെവലപ്പ് ചെയ്ത ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു ഭാഷ ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് നോളജ് ബേസിന് വേണ്ടി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഞാനീ പറയുന്നതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, അതിനെ മാറ്റി വെക്കാതെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, whenever you get an opportunity to speak in English with someone, just get into that, try to speak the way you can. അവിടെ തെറ്റ് വന്നോട്ടെ, തെറ്റ് വരണം. തെറ്റ് വന്നാൽ അതിനർത്ഥം നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാ. In the process of learning something new, making mistake is inevitable, quite natural. ഒരു കാര്യം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന തെറ്റുകൾ അതിന്റെ ഭാഗമാണ്, അനിവാര്യമാണ്. ഈ ഒരു സംഗതി ഉൾക്കൊള്ളാതെ ഒരു കാരണവശാലും നമുക്ക് ഭാഷ പഠിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് എന്താ പറയാ ഈ ഓഫറുകളാണ്.
ഒരു ദിവസം കൊണ്ട് ഫ്ലുവൻ്റ് ആക്കാം, 10 ദിവസം കൊണ്ട് ഫ്ലുവൻ്റ് ആക്കാം, ഉറങ്ങുമ്പോൾ ഫ്ലുവൻ്റ് ആക്കാം. ഞങ്ങളുടെ കയ്യിൽ മാന്ത്രിക വടിയുണ്ട്. വി ഹാവ് എ മാജിക് സ്റ്റിക്ക് ആൻഡ് വി മേക്ക് യു ഫ്ലുവൻ്റ് യൂസിങ് ദാറ്റ് ആൻഡ് വി സ്പ്ലാഷ് സം മിറാഷ്യസ് വാട്ടർ ഓവർ യു ആൻഡ് കുറച്ച് മറ്റേ അത്ഭുത ജലം തളിച്ച് ഇതാക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ്. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്നെ എപ്പോഴും ഒരു ഫ്രണ്ടായിട്ട് കാണാം. ഐ ആം വൺ അമംഗ് യു. ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ്. ഒരിക്കലും ഒരു ടീച്ചർ അല്ലെ ട്രെയിനർ എന്ന രീതിക്ക് എന്നെ കാണുകയേ വേണ്ട. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു സാധാരണക്കാരൻ എങ്ങനെ പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, അവിടെ തെറ്റ് വന്നാലും 1000 മിസ്റ്റേക്ക് വന്നാലും പറയാനുള്ളൊരു മനസ്സില്ലാതെ ഡെയിലി ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ നമുക്ക് ഈ ഭാഷ പഠിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സൂത്രപണിയില്ല. ദർ ഇസ് നോ ക്വിക്ക് ഫിക്സ്, ദർ ഇസ് നോ സിൽവർ ബുള്ളറ്റ്. ഓക്കെ, നമ്മളൊരു കാര്യം പഠിച്ചെടുക്കാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു 3 ടേം ഉണ്ട് അല്ലേ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡിസിപ്ലിൻ, പിന്നെ കേട്ടുള്ളത് കൺസിസ്റ്റൻസി, പിന്നെ കേട്ടിട്ടുള്ളത് കോൺഫിഡൻസ്. ഓക്കെ, ഇതിൻ്റെ നമ്മൾ വി ഹാവ് ഗിവൺ എ വെരി കോംപ്ലക്സ് ഡെഫിനേഷൻ ടു ഓൾ ദ ടൈംസ് അല്ലേ. ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ കോൺഫിഡൻസ്. നമ്മൾ വളരെ സങ്കീർണമായിട്ടുള്ള കുറേ ഡെഫിനേഷൻ അതിന് കൊടുത്തു വെച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ഡിസിപ്ലിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? എന്താണ് ഡിസിപ്ലിൻ? നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് എന്താ ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത്? അച്ചടക്കം അല്ലേ. ശരി, അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. യെസ്, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവണം. പിന്നെ അച്ചടക്കം, അതിന് മറ്റൊരു മീനിങ് പറയാമോ? പ്ലാൻഡ് ആയിരിക്കണം. യെസ്, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ ഡിസിപ്ലിൻ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ, ദ മൊമെന്റ് വി ഹിയർ ദ ടേം ഡിസിപ്ലിൻ, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇറ്റ്സ് അബൌട്ട് ബീങ് സ്ട്രിക്റ്റ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. ഡിസിപ്ലിൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അവിടെ ഒരു കൊമ്പമീശക്കാരൻ അധ്യാപകൻ, കയ്യിലൊരു ചൂരൽ. ഡിസിപ്ലിൻ ആ ഒരു ഫിഗറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. ബിക്കോസ് വി ഡു ബിലീവ് ദാറ്റ് ഡിസിപ്ലിൻ ഈസ് ബീങ് സ്ട്രിക്റ്റ് അല്ല. അപ്പൊ പിന്നെ എന്താ ഡിസിപ്ലിൻ? ഐ ഹാവ് ഗിവൺ എ വെരി സിമ്പിൾ ഡെഫിനേഷൻ ഫോർ ദ ടൈം ഡിസിപ്ലിൻ. ഞാൻ എൻ്റെതായ രീതിയിൽ ഡിസിപ്ലിന് ഞാൻ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ പറയാം. ഡിസിപ്ലിൻ ഈസ് ദ വിൽ പവർ to do something which you need to do even when you don't feel like it. Discipline is the willpower to do something which you need to do even when you don't feel like it. എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമയായിട്ടുള്ള ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് ചെയ്യാൻ മനസ്സില്ലാത്തപ്പോഴും ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ശരിയാണോ അല്ലയോ? എനിക്കൊരു കാര്യം മനസ്സുള്ളപ്പോൾ ചെയ്യാം, ഞാൻ സന്തോഷവാനാണെങ്കിൽ ചെയ്യാം, അതിന് പ്രത്യേകിച്ച് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. എന്നാൽ എനിക്കത് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലും, യു മേ ബി ഡിസ്ട്രാക്റ്റഡ്, യു മേ ബി ബിസി, യു മേ ബി എക്സോസ്റ്റഡ്, പക്ഷെ ആ ഒരു സാഹചര്യത്തിലും ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. ദ വിൽ പവർ ടു ഡു സംതിങ് വിച്ച് യു നീഡ് ടു ഡു ഈവൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. എനിക്ക് ചെയ്യാൻ ഒരു മനസ്സില്ലാത്തപ്പോഴും ഒരു മാനസികാവസ്ഥ ഇല്ലാത്തപ്പോഴും അത് ചെയ്യാൻ ഞാൻ കാണിക്കുന്ന ഇച്ഛാശക്തിനെ, എൻ്റെ ജോലി ചെയ്യാൻ കാണിക്കുന്ന ഇച്ഛാശക്തി, അതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക ഡിസിപ്ലിൻ. ഓക്കെ, അല്ലാതെ as I told you earlier, it is not about being strict at all. അടുത്ത നമുക്ക് പോവാം കൺസിസ്റ്റൻസി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ കൺസിസ്റ്റൻസി. എന്തുവാ ഈ കൺസിസ്റ്റൻസി? അതിന്റെ ഒരു ഡെഫിനിഷൻ പറയാമോ? സ്ഥിരത അല്ലെ. അതെന്താ നമ്മൾ അതിനെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയാമോ? സ്ഥിരത. അതായത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഒരാൾ പറയാമോ? കൺസിസ്റ്റൻസി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരേ എനർജിയോടുകൂടി സ്ഥിരമായിട്ട് ചെയ്യുക. എക്സാക്ട്ലി, അതെ. ഓക്കെ, ഒരു കാര്യം നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്തൊരു വ്യക്തിക്ക് ഒരു ലക്ഷ്യത്തിലും ഉറച്ചു നിൽക്കാനോ അതിലേക്ക് എത്തിച്ചേരാനോ അയാൾക്ക് കഴിയില്ല. അത് നമുക്കറിയാവുന്ന കാര്യം അല്ലേ. എന്നിരുന്നാലും ഞാനൊരു ഡെഫിനിഷൻ ഈ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഈ ടേമിനും കൺസിസ്റ്റൻസിക്ക് ഞാൻ എൻ്റെതായ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിളാണ്. കൺസിസ്റ്റൻസി ഈസ് സിംപ്ലി കീപ് ദ പ്രോമിസ് യു മേഡ് ടു യുവർ സെൽഫ്. കൺസിസ്റ്റൻസി സിംപ്ലി ടു കീപ് ദ പ്രോമിസ് യു മേഡ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനത്തെ പാലിക്കുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ശരിയല്ലേ? എല്ലാ ദിവസവും ഞാൻ രാവിലെ നടക്കാൻ പോകും, അത് നിങ്ങൾക്ക് നൽകിയൊരു പ്രോമിസ് ആണത് അല്ലേ. അത് നമ്മൾ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൺസിസ്റ്റന്റ് ആയി നമ്മൾ. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഇംഗ്ലീഷ് പഠിക്കും, അത് ഞാൻ എനിക്ക് നൽകിയൊരു പ്രോമിസ് ആണ്. അത് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആയി. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യും.
അതൊരു പ്രോമിസാണ്, നിങ്ങൾക്ക് നൽകിയ ഒരു പ്രോമിസ്. അത് കീപ്പ് ചെയ്യുമ്പോൾ എന്തായി? കൺസിസ്റ്റൻസി ആയി. അപ്പോൾ മറ്റൊരു സിമ്പിൾ വളരെ ലളിതമായിട്ടുള്ള ഡെഫിനിഷൻ ആയി അല്ലേ. നമ്മൾ കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ദ പ്രോമിസ്, നമുക്ക് കൊടുത്ത പ്രോമിസ്, ടു കീപ് ദ പ്രോമിസ് യു മേഡ് ടു യുവർ സെൽഫ്. ഡിസിപ്ലിൻ എന്താണ്? ദ വിൽ പവർ ടു ഡു വിച്ച് യു നീഡ് ടു ഡു ഈവൻ വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. ഇനി ഒരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ് എന്ന് പറയാമോ? എന്താ കോൺഫിഡൻസ്? ആത്മവിശ്വാസം അല്ലേ. എന്നാൽ എന്താ അത് ഉദ്ദേശിക്കണേ? ആത്മവിശ്വാസം, എന്നിൽ എനിക്കുള്ള വിശ്വാസത്തിനെയാണ് എന്തെന്ന് പറയുക? ആത്മവിശ്വാസം. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ പറയാമോ? സൈലന്റ് ആയിട്ടിരിക്കല്ലേ, ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ അല്ലേ. എന്താ കോൺഫിഡൻസ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ് ആവും അല്ലെങ്കിൽ അത് ശരിയാവും എന്നുള്ള ഒരു വിശ്വാസം, ഒരു ബിലീഫ്. അതെ, എന്നിൽ എനിക്കുള്ള വിശ്വാസം അല്ലെ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതിന്റെ 90% റീസൺ ആയിട്ട് ആളുകൾ പറയുന്നത് ഈ പറഞ്ഞ ഒരു എലമെന്റ് ആണ്. എന്താ? കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഫിഡൻസിന്റെ ഡെഫിനേഷൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒരു സിമ്പിൾ ഡെഫിനേഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ. കോൺഫിഡൻസിനെ സംബന്ധിച്ചിടത്തോളം, ദ പെർമിഷൻ യു ഗീവ് യുവർ സെൽഫ് ടു ആക്ട്, ട്രൈ ഓർ പെർഫോം സംതിങ് ദ വേ യു ക്യാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനോ പെർഫോം ചെയ്യാനോ ശ്രമിക്കാനോ നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന അനുവാദത്തിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് എനിക്ക് അനുവാദം കൊടുക്കുന്നില്ല അല്ലേ. നമ്മളെ അനുവാദം ഡിനൈ ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോകുന്നത്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ധാരണ വരികയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, വല്ല മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, മിണ്ടാതിരി എന്ന് പറഞ്ഞാൽ യു ഡിനൈ ദ പെർമിഷൻ ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് അനുവാദം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് എൽസ് ദ പെർമിഷൻ യു ഗിവ് യുവർ സെൽഫ് ടു പെർഫോം സംതിങ് ദ വേ യു ക്യാൻ. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പെർഫോം ചെയ്യാൻ, ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ കൊടുക്കുന്ന അനുവാദത്തിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ, വേറെ ഒന്നുമല്ല. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾക്ക് അനുവാദം കൊടുക്കുക, എന്ത് ചെയ്യാനായിട്ട്? ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട്. ഓക്കെ, ആ അനുവാദം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ വേറെ ആരും വന്ന് തരാനായിട്ട് പോകുന്നില്ല. അപ്പൊ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. എന്താണ് ഒരു ഭാഷയുടെ ആ ഒരു തടസ്സം വരാനുള്ള കുറച്ച് എലമെന്റ്സ് എന്താണെന്ന് നോക്കി. അതിനെ മറികടക്കാനുള്ള 3 ടിപ്സ്, അതായത് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി. ഇതിനൊക്കെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഞാൻ തന്നു. ഇത് ചവിട്ടുപടിയാക്കി വെച്ചുകൊണ്ടാണ് കേട്ടോ നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രശ്നം, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, എന്താണെങ്കിലും നമുക്കൊരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടി, നമ്മൾ സംസാരിക്കുന്നില്ല. അവിടെ നമ്മളൊരു കാര്യം പറയും, ഓക്കെ, ഓൾ റൈറ്റ്, ഐ അണ്ടർസ്റ്റുഡ് എവരിതിങ്, ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഞാൻ പിന്നെ ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്ന വാക്ക് എന്താണ്? പ്രൊക്രാസ്റ്റിനേഷൻ അല്ലേ. പിന്നീട് ചെയ്യാം. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം പിന്നീട് ഞാൻ ചെയ്തു കൊള്ളാം. ഓക്കെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ, ഞാൻ പിന്നീട് ചെയ്തു കൊള്ളാം എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, വെൻ someone says that he will do it later, that doesn't mean that he is going to do it later. Actually what it means, he doesn't want to do it at all. ഞാൻ പിന്നെ ചെയ്തോളാം എന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ പിന്നെ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, അയാൾക്ക് അത് ചെയ്യാനുള്ള ഉദ്ദേശമേ ഇല്ല, അതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, സോ എന്താണോ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഉള്ളത്, ഏതാണോ സാഹചര്യം, ഗെറ്റ് ഇൻ ടു ദാറ്റ്, ജമ്പ് ഇൻ ടു ദാറ്റ്. അടുത്തൊരു മൊമെന്റ് എന്നുള്ളൊരു സംഭവം ഇല്ല. Often we wait for the right partner to speak English with, or we will be waiting for ideal situation. അതല്ലെങ്കിൽ പിന്നെ ആവട്ടെ, we will be waiting for auspicious moment. മുഹൂർത്തത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന കേട്ടോ, auspicious moment. ഇതാണ് പ്രശ്നം. പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, സാഹചര്യങ്ങൾ വരട്ടെ. അങ്ങനെ ഒരു സാഹചര്യം, such situation is never going to come. ഒരിക്കലും അത് വരാൻ പോകുന്നില്ല. We have to create it. ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഒന്നും കൂടെ ഞാനൊന്ന് ഊന്നി പറയാം. ഐ ഇൻസിസ്റ്റ് ഓൺ ദ പോയിന്റ് വിച്ച് ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ്. ഇവിടെ വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ഇംഗ്ലീഷ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഇംഗ്ലീഷ് നമുക്ക് അറിയാന്നേ, ബട്ട് വി ആർ അഫ്രൈഡ് ഓഫ് ദ ജഡ്ജ്മെന്റ്. അവിടെയാണ് പ്രശ്നം. ഓക്കെ, എന്തുകൊണ്ട് ഈ ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള പേടി നമുക്ക് എന്തുകൊണ്ടാണ്? വാട്ട് ഇഫ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? വാട്ട് ഇഫ് ഐ സൗണ്ട് റോങ്? വാട്ട് ഇഫ് ഐ മേക്ക് എനി ഗ്രാമർ മിസ്റ്റേക്ക്? ഓക്കെ, വാട്ട് ഇഫ് ദേ തിങ്ക് ബാഡ് അബൌട്ട് മീ? ഇതാണ് നമ്മുടെ ചിന്ത. അങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? അവരങ്ങനെ വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലത്. അത് എല്ലാ ദിവസവും മനസ്സിൽ പറയുക.
ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഐ എം നോട്ട് എ ലേണർ, ഐ എം എ സ്പീക്കർ. ഒന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഐ എം നോട്ട് എ ലേണർ, ഐ എം എ സ്പീക്കർ. ഞാനൊരു പഠിതാവല്ല, ഞാൻ സംസാരിക്കുന്ന ആളാണ്. ഐ എം നോട്ട് എ ലേണർ, ഐ എം എ സ്പീക്കർ. ഞാൻ ലേണറല്ല, ഞാൻ പഠിക്കുന്ന ആളാണ്. ഐ ആം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്, ഐ ആം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്, ഐ ആം ലിവിങ് ഇൻ ഇംഗ്ലീഷ്. ഐ ആം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്, ഐ ആം ലിവിങ് ഇൻ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയല്ല, ഞാൻ ഇംഗ്ലീഷിൽ ജീവിക്കുകയാണ്. ദാറ്റ് മീൻസ് അത് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് മാറണം. ജസ്റ്റ് fall in love with English, befriend with English. This is the best way how you can learn English easily. അല്ലാതെ അതിനകത്ത് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. As we think speaking in English is not that a big deal. ഒരിക്കലും ഒരു ആനക്കാര്യമല്ല. ഒരു സാധാരണക്കാരനായ ഞാൻ, ആസ് എ കോമൺ പേഴ്സൺ, putting my hand on my heart, എൻ്റെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് I tell you, speaking in English is not that a big deal. But it is not that easy. ഓക്കെ, അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. When comparing to so many other languages, English is one of the simplest language in this world. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഒരിക്കൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഇരുന്നൊരു വ്യക്തിയാണ്. ഇന്ന് നിങ്ങളെ അഡ്രസ് ചെയ്തിട്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഐ ഹാവ് ഡൺ സംതിങ് റൈറ്റ്. പക്ഷേ എന്ത് ഞാൻ ചെയ്യാൻ തുടങ്ങിയോ, ഐ വാസ് കൺസിസ്റ്റന്റ്. ഞാനത് കൺസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഐ സ്റ്റോപ്ഡ് ഓൾ മൈ പ്രാക്ടീസ് നൗ. Still I keep learning new usages and all. Because learning is a process which never ends. Learning എന്ന് പറയുന്ന സംഭവം അതൊരിക്കലും നിലയ്ക്കാത്ത ഒന്നാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഞാൻ പറയുന്ന ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ മലയാളം അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് അല്ലേ? ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഇത് ഞാൻ മനഃപൂർവ്വം പറയുന്നതാണോ? അല്ല. നിങ്ങൾ മലയാളത്തിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ആശയം നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഡെയിലി പ്രാക്ടീസിന്റെ ഒരു പവറാണിത്. When you keep on doing something on a regular basis, even for 10 minutes, okay, over time, something amazing will happen in your life. Something amazing will be happen in your life. അത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാനിവിടെ. So that is what the reason that consistency took me where I am today. Okay. അപ്പൊ ഇന്ന് മുതൽ അനാവശ്യമായിട്ട് ഇംഗ്ലീഷിനെ ഭയക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. ഈ ഭയം വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്തൊക്കെ നമ്മൾ പഠിച്ചാലും, എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെങ്കിലും, ഇതൊക്കെയാണെങ്കിലും ശരി, ആ ഭയത്തിനെ അങ്ങ് മാറ്റി നിർത്താതെ നമുക്ക് ഇത് ഭാഷ സുഗമോ ആവില്ല കേട്ടോ. അതെന്റെ വലിയൊരു പ്രശ്നമായിരുന്നു, ഈ ഭയം. I used to flee from the situation. Whenever I get an opportunity to convey my ideas in English, I used to flee the situation. എപ്പോഴൊക്കെ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നുവോ അവിടെ ഞാൻ മുങ്ങും. I simply take out. ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറിക്കളയും. എന്തുകൊണ്ടാ? കാരണം എനിക്ക് കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ്. ബട്ട് അതിനുശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ എനിക്കത് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ശീലിച്ചെങ്കിലേ മനസ്സിലാവുകയുള്ളൂ എന്ന് മനസ്സിലായതോടുകൂടി ഞാൻ അതിലേക്ക് സീരിയസ് ആയിട്ട് വരാൻ തുടങ്ങി. ജസ്റ്റ് എ മിനിറ്റ് കേട്ടോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓൾ റൈറ്റ്, ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ന് മുതൽ നമ്മൾ മനസ്സിൽ പറയേണ്ട ഒരു കാര്യം, ഐ എം നോട്ട് എ ലേണർ, ഐ എം എ സ്പീക്കർ. ഐ എം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്, ഐ ആം ലിവിങ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അവിടെ ഇതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു 4 മെത്തേഡ് ഞാൻ പറയാം. ഇതൊക്കെ ഒരു ഫണ്ടമെന്റൽസിന് വേണ്ടിയാണ് കേട്ടോ. സീരിയസ് ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു 4 കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാമോ? ഞാൻ പറയുന്നത് പോലെ ചെയ്യാമോ? നിങ്ങൾക്ക് സുന്ദരമായിട്ട് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇത് ഞാനാ പറയുന്നത്. ഓക്കെ, അതിനു മുന്നേ പറയും മാഡം. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ ഈ പേടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇംഗ്ലീഷിനുള്ള പേടി എങ്ങനെ വന്നു. അപ്പോൾ നേരത്തെ ഒരു സാറ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷുകാർ പോയെങ്കിലും അവര് ചില കാര്യങ്ങൾ അവശേഷിപ്പ് ഇവിടെ വെച്ചിട്ടാണ് പോയത്. അവരുടെ ആ മേധാവിത്വ സ്വഭാവം, അവര് ഇംഗ്ലീഷിനെ കണ്ടിരുന്നത് ഒരു മേധാവിത്വ ഭാഷയായിട്ടാണ്. ദേ യൂസ്ഡ് ദാറ്റ് ലാംഗ്വേജ് ടു ഡോമിനേറ്റ് പീപ്പിൾ, കോമൺ പീപ്പിൾ. അപ്പൊ ആ ഒരു ഇപ്പോൾ ഈവൻ ആഫ്റ്റർ ഡെക്കേഡ്സ് നമുക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു വരാൻ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ആ ഒരു ഭാഷയോട് നമുക്കുള്ള ഭയം വരാനുള്ള ഒരു കാരണം മേ ബി അതായിരിക്കാം. ഇപ്പോൾ ഹൗ മെനി ഓഫ് യു ഹാവ് വാച്ച്ഡ് ദ ഫിലിം ഹൃദയം? നമ്മുടെ പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഹൃദയം എന്നുള്ള ഒരു സിനിമയുണ്ടല്ലോ, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്, 2-3 വർഷമായി റിലീസായിട്ട്. അപ്പോൾ അതിലൊരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് നമ്മുടെ പ്രണവിനെ അടിക്കാനായിട്ട്
ഒരു 3-4 സീനിയേഴ്സ് ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ച് കയറുക അല്ലേ. അപ്പൊ ഇത് കണ്ടുകൊണ്ടൊരു ശബ്ദം കേട്ടുകൊണ്ടൊരു മറ്റൊരു ജൂനിയർ അടുത്ത റൂമിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഈ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല കടാകടികന്മാരാ കേട്ടോ. അപ്പൊ കയറി വരുന്ന അയാളൊരു ഹിന്ദിക്കാരനാ. അയാൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാൻ പാടുള്ളൂ. അയാൾ വന്നിട്ട് ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്കും ഈ സീനിയേഴ്സ് ഒന്നും മിണ്ടാതെ പത്തി മടക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? ഓർമ്മയുണ്ടോ ആ ഡയലോഗ്? ആ സിനിമ കണ്ടവർക്കറിയാം, ശരിയല്ലേ? ആ ഡയലോഗ് ഓർമ്മയുള്ളവരൊന്ന് പറയാവോ? ഡയലോഗ് ഓർമ്മയില്ല, സീൻ ഓർമ്മയുണ്ട്. ഡയലോഗ് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ശബ്ദം കേട്ടുകൊണ്ട് ഇയാൾ കയറി വരികയാണ്. നോക്കുമ്പോൾ 3-4 പേര് ഒരാളെ ചവിട്ടി കൂട്ടുന്നു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ വളരെ ദേഷ്യം വന്നു അയാൾക്ക്. അപ്പൊ അയാൾ പറയാണ്, അപ്പൊ ആള് ചെറിയൊരാളാ, പക്ഷെ എന്നിരുന്നാലും അയാളുടെ ഒരു ഒറ്റ ഡയലോഗില് അവരിറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ആ കയറി വരുന്ന ആൾ പറയുന്നത് ഇങ്ങനെയാണ്: If any one of you even dare to touch him, I swear I smash your skull so hard and your brains fall out of mouth. Get the hell out of here. ഇതാ പറയുന്നത്. അത് ഇത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും അവനെ തൊടാൻ ധൈര്യപ്പെട്ടാൽ ഞാൻ അയാളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും, നിന്റെ പല്ല് മോണസഹിതം പുറത്തേക്ക് ചാടിപ്പോരും, ഇറങ്ങിപ്പോയി ഇവിടുന്ന് എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇത് മലയാളത്തിലാണ് അയാൾ പറയുന്നതെങ്കിൽ അവർ പേടിച്ചു പോവോ? ഇല്ല. മലയാളമല്ല, ഹിന്ദിയിൽ പറഞ്ഞാലും ശരി, ആ സീനിയേഴ്സ് അവിടെ ഇറങ്ങി പോവില്ല. ഇയാളും കൂടെ അടി വാങ്ങിക്കും. സത്യമല്ലേ? സത്യമാണ്. ഓക്കെ. അവരങ്ങനെ പേടിച്ചു പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. അവിടെ എന്താണ്, ആ ലാംഗ്വേജിന്റെ പഞ്ചാണ് അതിന് കാരണം. അപ്പൊ അവർ ഇറങ്ങി പോകുമ്പോൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട്, ഈ കയറി വന്ന ആളെ പേടിച്ചിട്ടൊന്നും അല്ല അവർ ഇറങ്ങി പോകുന്നത്. കേരളത്തിൽ ജനിച്ചു വളർന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് ചടുലമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ their entire courage will drain out. അവരുടെ ധൈര്യം മൊത്തം ചോർന്നു പോകും. ഓക്കെ. അപ്പൊ ആ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ പുറത്തു വരണം കേട്ടോ. അത് വന്നേ പറ്റൂ, വേറെ ഒരു വഴിയില്ല. കാരണം അങ്ങനെ ആ ബോക്സിനകത്ത് ഒരുപാട് കാലം കഴിഞ്ഞ ഒരാളാണ് ഞാൻ, ഇങ്ങനെ സംസാരിക്കാതെ, ഒരവസരം കിട്ടിയത് വിനിയോഗിക്കാതെ. ഓക്കെ. അപ്പൊ അങ്ങനെ അതിന് ഞാൻ ശ്രമിക്കാതിരുന്നത് കൊണ്ട് വിലപ്പെട്ട കുറെ വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഐ കുഡ് ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് വേ ബിഫോർ. ഇപ്പോഴൊന്നും അല്ല, എനിക്ക് പണ്ടേ പഠിക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും അപ്പം അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഓരോ ഗുരുക്കന്മാരെ കണ്ടെത്തി അവരുടെ ആശീർവാദം കൊണ്ടും അത് അവരുടെ സഹായത്തോടെ ഇതിന്റെ രീതികൾ മനസ്സിലാക്കിയത് കൊണ്ടും കേട്ടോ എനിക്കിതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണേ. അല്ലാതെ എൻ്റെതായ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ആക്ച്വലി ഇന്റർപ്രറ്റ് ടു മൈ ടീച്ചേഴ്സ് ഫോർ വാട്ട് ഐ എം ടുഡേ. ഓക്കെ. അവരുടെ ഉപദേശം, അവരുടെ ഗൈഡ് ലൈൻ, അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ന് പറയുന്ന ഒരാൾ തന്നെ ഞാനിപ്പോഴും. ആ ഗൈഡ് ലൈൻ കൃത്യമായിട്ടുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തി അവരുടെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ അവർ പറഞ്ഞു തന്നെ കേട്ടോ. സോ വാട്ട് എവർ ഐ ടോൾഡ് യു നൗ, അതൊന്നും എന്റെ കോൺട്രിബ്യൂഷൻ അല്ല. എന്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ. അല്ലാതെ എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും അല്ല. അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. ഓക്കെ. അപ്പൊ ഞാൻ ആ പറഞ്ഞ മെത്തഡോളജിയിലേക്ക് നമുക്ക് വരാം. ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് മുതൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു കാര്യം പറയുക: ഐ ആം നോട്ട് എ ലേണർ, ഐ ആം എ സ്പീക്കർ. എല്ലാവരും ഒന്ന് പറയാമോ? ഐ ആം നോട്ട് എ ലേണർ, ഐ ആം എ സ്പീക്കർ. ഒന്ന് പറയാമോ എല്ലാവരും? ഞാനൊരു പഠിതാവല്ല, ഞാനൊരു സംസാരിക്കുന്ന ആൾ തന്നെയാണ്. I am not learning English, but I am living in English. I am not learning, I am living in English. I am living in English. I am not learning English. I am living in English. Okay. ഈ ഒരു മൈൻഡ് സെറ്റ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളെ തന്നെ തിരുത്തുക. ഓക്കെ. അല്ല നമ്മൾ ചിന്തിക്കുകയാണോ, മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ്, ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, ഹൗ ക്യാൻ ഐ അഡ്രസ് ദ പീപ്പിൾ ഇൻ ഹൗ ക്യാൻ ഐ അഡ്രസ് ദ ഓഡിയൻസ്, ഐ എം നോട്ട് ഏബിൾ ടു ഡെലിവർ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് കറക്റ്റ്ലി. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ ഒരു മെസ്സേജാണ് നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ഒരു പവർ നമ്മുടെ ഷാഫി സാറൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം. അതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ. ഓക്കെ. ഇൻക്രെഡിബിൾ. ഓഫ് കോഴ്സ്. ഒരിക്കലും നമ്മൾ ആരും അതിന്റെ 5% പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നമ്മളാരും തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു പവർ അതിന്റെ ഒരു 5% പോലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. 95% നമുക്ക് ഇനി വിവേകം കിടക്കുക. പക്ഷേ there is no doubt that our mind is the most sophisticated machine in this universe, but it has a limitation. So having said that, ഇതൊക്കെയാണെങ്കിലും മനസ്സിന്റെ കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞു, അതിന് വലിയൊരു പരിമിതിയുണ്ട്. നിങ്ങൾ എന്ത് ആ മനസ്സിനോട് പറയുന്നു അതങ്ങ് ഏറ്റുപിടിക്കും. എക്കോ പോലെ. നിന്നെ കൊണ്ട് കഴിയില്ല, നീ ഇംഗ്ലീഷ് സംസാരിക്കില്ല. യു വോണ്ട് ബി ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മനസ്സത് ഏറ്റുപിടിക്കും. ആ ശരിയാ, യു കാൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ പറയുകയാണ്, എന്നെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും.
എനിക്ക് ഇംഗ്ലീഷിനെ പേടിയില്ല. ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് ഇംഗ്ലീഷ്. അത് മനസ്സേറ്റി പിടിക്കും. ആ ശരിയാണ്, നിനക്ക് ഇംഗ്ലീഷിനെ പേടിയില്ല, നിനക്ക് സംസാരിക്കാൻ കഴിയും. ഇത് വലിയൊരു സംഭവം കേട്ടോ. Bruce Lee has said in an interview, never tell something negative to your mind even for joke. തമാശയ്ക്ക് പോലും നിങ്ങളുടെ മനസ്സിനോട് നെഗറ്റീവായിട്ടൊരു കാര്യം പറയരുത്. വൈ? യുവർ മൈൻഡ് ഡസൻറ്റ് ഹാവ് ദ കപ്പാസിറ്റി ടു റെക്കഗ്നൈസ് വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് ട്രൂ. എന്താണ് നിങ്ങളുടെ മനസ്സിന് സത്യം ഏതാണ്, അത് തെറ്റേതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. നിങ്ങൾ എന്ത് പറയുന്നത് അതങ്ങ് ഏറ്റുപിടിക്കും. അപ്പൊ അതുകൊണ്ട് റൈറ്റ് ഫ്രം ടുഡേ ഇറ്റ് സെൽഫ് എന്നെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നൊരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തേ പറ്റും. ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല സാർ, ഒരു കാര്യം പറ്റത്തില്ല. സാർ ചായ ഞങ്ങൾക്ക് തരാൻ കുടിക്കാണോ? ഞാൻ ഇത്രയും പേരില്ല, എല്ലാവർക്കും ചായ ഇല്ലേ? ആ കുഴപ്പമില്ല, ഇനിയിപ്പം കോഴിക്കോട് വരുമ്പോൾ ചായ കുടിക്കാമല്ലോ അല്ലേ? അതായിട്ട് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസം. ഇപ്പോഴും നമ്മുടെ ഇതിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇതൊക്കെ അതിന്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു കൃഷിസ്ഥലം നേരെ നമ്മൾ കൃഷി ചെയ്യുകയല്ല ചെയ്യുന്നത്. അവിടെ നമുക്ക് കള പറിച്ച് കളയും, അവിടെ കാര്യങ്ങൾ നിലമൊക്കെ ഒന്ന് ഒരുക്കി എന്നിട്ടാണ് നമ്മൾ മറ്റേ കൃഷിയിലേക്ക് വരുന്നത് അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇംഗ്ലീഷും. അവിടെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് കുറെ അറിയാവുന്ന ആളുകൾ പോലും, I have seen many people, their English is somewhat good, but and yet they aren't able to speak in English. അവരുടെ ഇംഗ്ലീഷ് അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അവരെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? They are eager to learn something new each and every day. അവർക്ക് എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാനായിട്ട് ഭയങ്കര താല്പര്യം. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, പഠിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും. ബട്ട് they never repeat it. ഒരിക്കലും അത് ആവർത്തിക്കത്തില്ല. പുതുതായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, ആവർത്തിക്കത്തില്ല. ഡിയർ ഫ്രണ്ട്സ്, യു ഹാവ് ടു റിയലൈസ് വൺ തിങ്. ലേണിംഗ് വിതൗട്ട് റെപ്പിറ്റേഷൻ ഈസ് ലൈക്ക് റൈറ്റിംഗ് ഓൺ വാട്ടർ, ഇറ്റ് ഡിസപ്പിയേഴ്സ് ഇൻ സെക്കൻഡ്. ലേണിംഗ് വിതൗട്ട് റെപ്പിറ്റേഷൻ ഈസ് ലൈക്ക് റൈറ്റിംഗ് ഓൺ വാട്ടർ, ഇറ്റ് ഡിസപ്പിയേഴ്സ് ഇൻ സെക്കൻഡ്സ്. ആവർത്തനമില്ലാത്ത പഠനം വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെയാണ്, അത് നിമിഷ നേരം കൊണ്ട് മാഞ്ഞു പോകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ എന്ത് സാഹചര്യം ആയിക്കോട്ടെ, അത് മലയാളത്തിൽ പറയേണ്ടി വരുമ്പോൾ ആശയങ്ങൾ അങ്ങ് വരിക അല്ലെ, പെട്ടെന്ന് ചിന്തയായിട്ട് രൂപപ്പെടുക. അതിന്റെ കാരണം എന്താണെന്ന് പറയാമോ? ശാസ്ത്രീയമായ കാരണം എന്താണെന്നുള്ളത് അറിയാമോ? സോ വാട്ട് എവർ വി സ്പീക്ക് ഓർ വാട്ട് എവർ വി ലിസൺ ഇൻ അവർ നേറ്റീവ് ലാംഗ്വേജ് മലയാളം, വി ഹാവ് ഹേർഡ് ഇറ്റ് തൗസൻഡ് ഓഫ് ടൈംസ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും, കേട്ട ഓരോ വാക്കും ആയിരക്കണക്കിന് എണ്ണമറ്റ തവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് മലയാളത്തിൽ. ശരിയാണോ അല്ലയോ? ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു വശം? ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ. നമ്മുടെ ആവർത്തനത്തിലൂടെ നമ്മളറിയാതെ നമ്മൾ ചെയ്ത ആവർത്തനമാണ് ആ ഭാഷ അതുപോലെ പാറ പോലെ അല്ലെങ്കിൽ പകല് പോലെ നമ്മുടെ മനസ്സിൽ ഉറച്ചു കിടക്കാൻ കാരണം. നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും, നമ്മൾ കേട്ടിട്ടുള്ള ഓരോ വാക്കുകളും എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും, എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനെ ആവർത്തിക്കും തോറും എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് യുവർ പെർമനന്റ് മെമ്മറി. അത് നിങ്ങളുടെ മെമ്മറിയുടെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രോസസ്സ് നടക്കും മനസ്സിനുള്ളത്. എന്താണെന്നറിയാമോ? ഓട്ടോമാറ്റിക് റീകോൾ എന്ന് പറഞ്ഞാൽ, വെൻ യു ലിസൺ ടു സംതിങ്, യുവർ മൈൻഡ് ആൻഡ് ബ്രെയിൻ വിൽ റെസ്പോണ്ട് ടു ദ സെയിം ഇമ്മീഡിയറ്റ്ലി. അതായത് കേട്ട് കേട്ട് പറഞ്ഞ് തഴമ്പിച്ച ഒരു കാര്യം ഒരു ഓട്ടോമാറ്റിക് റീകോൾ എന്നുള്ള പ്രോസസ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്ത് കേൾക്കുന്നുവോ അതിനനുസരിച്ച് പെട്ടെന്ന് റെഡിമണി പോലെ ഉത്തരം വരുമെന്ന് ചുരുക്കം. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഇത് വല്ലതും സംഭവിക്കുന്നുണ്ടോ? നമ്മളൊരു വാക്ക് പഠിക്കും, റീൽസ് നോക്കുമ്പോൾ അതിനകത്ത് കാണാം, അത് എഴുതി വെക്കുക എവിടെയെങ്കിലും, ഒരു 2 തവണ വായിക്കും, പിന്നെ അത് ഉപയോഗിക്കില്ല. കുറെ കാലം കഴിയുമ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടത്തില്ല. ഓക്കെ. എല്ലായ്പ്പോഴും ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. റെപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ്. റെപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ്. ആവർത്തനമാണ് ഒരു കാര്യം പഠിച്ചെടുക്കുന്നതിന്റെ മാതാവ്. എല്ലാവരും ഒന്ന് പറയാവോ? ആ ഒരു മാജിക് വേർഡ് ഒന്ന് പറയാമോ? ലേണിംഗ്. റെപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ്. എല്ലാവരും ഒന്ന് പറയാമോ? Repetition is the mother of learning. Repetition is the mother of learning. Repetition is the mother of learning. Very good. Okay. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെച്ചുകൊണ്ടോ, ഇപ്പം നമുക്ക് ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാലല്ലേ, ഇപ്പം വാല ഇങ്ങനെ 100 കണക്കിന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അക്കാഡമിയും ഓൺലൈൻ ഇതൊക്കെ വരുക.
അപ്പൊ നമ്മൾ അതിനകത്ത് ഇത് അങ്ങനെ അതെങ്ങനെ പറയണം, ഇതെങ്ങനെ പറയണം, ഇതൊക്കെ അവിടെ പറയും അവർ. നമ്മളൊന്ന് ശ്രദ്ധിക്കും, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കും, പിന്നെ അത് നമ്മൾ മനസ്സിൽ ഓർക്കുകയേ ഇല്ല. ഒരിക്കലും ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിലേക്ക് മാറ്റേഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് എന്നും ഇംഗ്ലീഷ് ഒരു കിട്ടാക്കനിയാണ്. അത് നമ്മുടെ ധാരണ ഇംഗ്ലീഷിന്റെ കുഴപ്പമാണ്. ആക്ച്വലി ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് ഇംഗ്ലീഷ്, അത് നമ്മുടെ കുഴപ്പമാണ്. അതിനെ ഒരു ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമാക്കി ഡെയിലി പ്രാക്ടീസ് ചെയ്യാതെ, ഓക്കെ. ഇപ്പൊ പലരും പറയാറുണ്ട്, സാറേ എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും ഞാൻ 2-3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. ഒരു കാര്യമില്ല കേട്ടോ, അതല്ല വേണ്ടത്. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചൊരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ ആയിപ്പോവും. ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് മനസ്സിനെ നമ്മൾ കഷ്ടപ്പെടുത്തുകയാണ്. പിന്നെ എന്താ ചെയ്യണ്ടേ, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് എല്ലാ ദിവസവും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ മതി. ഒരിക്കലും മനസ്സിനൊരു ഒരു ബർഡൻ ആവരുത്. അത് എന്ത് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. എല്ലാ ദിവസവും ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഈ ഭാഷ പഠിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക. അത് സ്ഥിരമായിട്ട് ചെയ്യുക. റിസൾട്ട് വരുമോ ഇല്ലെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇംഗ്ലീഷിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ. അവിടെ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത്, എന്തെങ്കിലും ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെബ് സീരീസ് കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്, ഇതൊക്കെ എൻ്റെ ഹാബിറ്റിന്റെ ഭാഗമാണ്. ഓക്കെ. നോ കമ്പൽഷൻ ഈസ് റിക്വയർഡ്. ഞാനത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ദ വേ ഐ ഡു ഇൻ മൈ നേറ്റീവ് ലാംഗ്വേജ് മലയാളം. മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്ന അതുപോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ്. അതെൻ്റെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ്. ഇപ്പൊ പെട്ടെന്നൊരു ഫോറിനർ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം എന്ത് ചോദിച്ചാൽ എനിക്കവിടെ പ്രശ്നങ്ങളില്ല. അവിടെ ഒരു മലയാളി എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയുന്നുവോ, അതുപോലെ ഈ സാഹിബിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കും, വൈ അത് ഞാൻ നേടിയെടുത്ത ഒരു സ്കില്ലാണ്, ടാലന്റ് അല്ല. അത് ടാലന്റ് എന്ന് തന്നെ വിളിക്കരുത്. A skill can be mastered through regular practice and daily actions. A skill can be mastered through regular practice and daily actions. ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഡെയിലി ആക്ടിവിറ്റീസിലൂടെയും കൺസിസ്റ്റൻസിലൂടെയും നേടിയെടുക്കാൻ പറ്റുന്ന ഇതാണ്. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാൾ എല്ലാ ദിവസവും സാധകം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, യേശുദാസ് സാറ് ഇപ്പോഴും, അദ്ദേഹം അമേരിക്കയിലാണ് താമസിക്കുന്നത്, ഇപ്പോൾ ഈ 54-ാമത്തെ വയസ്സിലും 4:30 എഴുന്നേറ്റ് സാധകം ചെയ്യുന്നുണ്ട് 1 മണിക്കൂർ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ, അതിന്റെ ഔട്ട്പുട്ട് എന്താ? വിരാട് കോഹ്ലി, ലിയോണൽ മെസ്സി, നമുക്കറിയാലോ, നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന്റെ ഒരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാവോ? അദ്ദേഹത്തിന്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വെളുപ്പിനെ 4:30 പച്ച വെള്ളത്തിൽ കുളിച്ചോണ്ടാ. ഓക്കെ. അപ്പം അന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇന്നും ചെയ്യുന്നുണ്ട്. ആ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വാക്കെന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്താ? ആ ഒരു ശീലം അവരെ എവിടെ എത്തിച്ചു? അതിന് ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം, ഈ ലോകത്തിന് അറിയാം, ശരിയല്ലേ? അപ്പൊ അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. ബൈ സേയിങ് ഓൾ ദീസ് ഐ എം നോട്ട് ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ഐ എം എ സ്കോളർ ഓർ ലിംഗ്വിസ്റ്റ്. ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നോ ഇംഗ്ലീഷിന്റെ അവസാന വാക്ക് ഞാനോന്നോ അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് ഇനിയും ഞാൻ പറഞ്ഞില്ല, ഐ സ്റ്റിൽ കൺസിഡർ മൈസെൽഫ് ആസ് എ സ്റ്റുഡന്റ് ബിക്കോസ് as I told you earlier, learning is a process which never ends. അവിടെ പുതുതായിട്ട് എന്തെങ്കിലും നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ടാവും, എല്ലാ ദിവസവും പഠിക്കാനുണ്ടാവും. ആ ഒരു രസമാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇംഗ്ലീഷിനെ ഇന്ന് മുതൽ നിങ്ങൾ കൂട്ടുകാരനായിട്ട് കാണുക, ശത്രുവായിട്ട് കാണരുത്. ശത്രുവായിട്ട് കണ്ടാൽ കുഴപ്പമാണേ. ഇഫ് യു ട്രീറ്റ് ഇംഗ്ലീഷ് ലൈക്ക് എൻ എനിമി ആൻഡ് ഇഫ് യു ട്രൈ ടു നോക്ക് ഹിം ഡൗൺ, യു വിൽ ഫെയിൽ. ഇംഗ്ലീഷിനെ ഒരു ശത്രുവായി കണ്ട് ആ ശത്രുവിനെ ഇടിച്ചിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോകും കേട്ടോ. ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് എ പ്രോമിനന്റ് ഫൈറ്റർ, പ്രമുഖനായ ഒരു പോരാളി തന്നെയാണ്. പക്ഷേ യു ക്യാൻ ഫാൾ ഇൻ ലവ് വിത്ത് ഇംഗ്ലീഷ്, ബി ഫ്രണ്ട് വിത്ത് ഇംഗ്ലീഷ്, ട്രീറ്റ് ഹിം ലൈക്ക് എ ഫ്രണ്ട്. ഒരു പ്രശ്നമില്ല, ആ പ്രശ്നം അവിടെ തീർന്നു. ആ സുഹൃത്തിനെ ഒരു എന്താ പറയുക, സുഹൃത്തായിട്ട് കണ്ടോ ഇന്ന് മുതൽ, തോളി കൈയിടുക ഇംഗ്ലീഷിന്റെ. ഓക്കെ. എത്ര മുരടനായിട്ടുള്ള ഒരു എതിരാളിയാണെങ്കിലും അനുനയത്തിന്റെ പാതയിൽ, സ്നേഹത്തിന്റെ പാതയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ശരിയാണോ അല്ലയോ? ഞാൻ ഇടിച്ചിടാൻ നോക്കിയ ആളാ കേട്ടോ. ഈ പറഞ്ഞ ഞാൻ ഇംഗ്ലീഷിനെ ഇടിച്ചു നിലത്തിടാം എന്ന് വിശ്വസിച്ച ഒരാളാ. ഓക്കെ. ഐ യൂസ് ടു ബിലീവ് ഇൻ ദ പാസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഫൈറ്റ് ആൻഡ് നോക്ക് ഇംഗ്ലീഷ് ഡൗൺ. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് കാര്യമില്ല, വെറുതെ എന്താ പറയുക, ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് സമയം കളയാന്നുള്ളതല്ലാതെ. അപ്പൊ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിനെ സ്നേഹിക്കുക, ഇംഗ്ലീഷിനെ പ്രണയിക്കുക. One day you will be able to speak in English the way you wanted it to be, for sure. This is my guarantee. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ മനസ്സിൽ, ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കണം എന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്, അത്ര വലിയ സംഭവമൊന്നും അല്ലാന്ന്, ഒന്നുമല്ല. ഇനി ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിന്റിലേക്ക്, നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ പോയിന്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
നമ്മളൊരു 1-2 മണിക്കൂറോ അത്യധ്വാനം കുറെ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം ഡിയർ ഫ്രണ്ട്സ്. കൺസിസ്റ്റൻസി നമ്മൾ ഓൾറെഡി അതിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. കീപ് ദ പ്രോമിസ് യു മേഡ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അതിനകത്ത് വേറെ ഒരു സംഭവമില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്യണം? ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഭാഷയിലുള്ളതുപോലെ ഒരു അടിത്തറയ്ക്ക് വേണ്ടി, ഒരു അടിസ്ഥാനത്തിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. കുറച്ച് നോളജ് ബേസിന് വേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ഒന്നാണല്ലോ. എന്നാലും ഞാനൊരു 4 സ്റ്റെപ്പ് പറയാം. ആ ഒരു 4 സ്റ്റെപ്പ് ഇന്ന് മുതൽ നിങ്ങളുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിരിക്കണം. എൻ്റെ റിക്വസ്റ്റ് ആണ്. എന്തൊക്കെയാ 4 സ്റ്റെപ്പ്? ഒന്ന്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ഫ്രം ദ മൊമെന്റ് യു ഗെറ്റ് ഫ്രം ദ ബെഡ് ജസ്റ്റ് ടെൽ യുവർ സെൽഫ് ദാറ്റ് ഐ എം നോട്ട് എ ലേണർ, ഐ എം എ സ്പീക്കർ, ഐ എം നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ്, ഐ എം ലിവിങ് ഇൻ ഇംഗ്ലീഷ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ഇനി ആ 4 കാര്യങ്ങൾ എന്താന്ന് പറയും, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. അതില് നമ്പർ 1, വാട്ട് ഡു യു ഡു നൗ? വാട്ട് ഡു യു ഡു നൗ? നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ആക്ഷൻ അത് എന്തൊക്കെയാണോ അത് ഇംഗ്ലീഷിൽ ഒന്ന് പറയാനായിട്ട്, മനസ്സിൽ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഐ ആം ടോക്കിംഗ് ടു യു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഐ ആം ബ്രഷിംഗ്, ഐ ആം ഹാവിങ് എ കപ്പ് ഓഫ് ടീ ആൻഡ് മൈ ഡോട്ടർ ഈസ് സ്റ്റഡിങ് ഓവർ ദെയർ, മൈ വൈഫ് ഈസ് കുക്കിംഗ്. അപ്പൊ എന്താണോ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അവിടെ എന്താണെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറയുക. ഐ ആം ബ്രഷിംഗ്, ഐ ആം ഡൂയിങ് മൈ വർക്ക്, ഐ ആം സ്ലീപ്പിംഗ്, ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ വാച്ച് എ മൂവി, ഐ സോ എ മൂവി. കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ ആക്ഷൻ എന്താണെങ്കിലും അത് ഇംഗ്ലീഷിൽ മനസ്സിലൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. ആദ്യമേ ഒന്നും കിട്ടില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആദ്യമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അത് ശ്രമിച്ചേ പറ്റുള്ളൂ. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഓവർ ടൈം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം നമ്പർ 1 ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആക്ഷൻ. ഓക്കെ, ജസ്റ്റ് ട്രൈ ടു ഡിസ്ക്രൈബ് യുവർ ആക്ഷൻ ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആക്ഷൻ, ജസ്റ്റ് ട്രൈ ടു ഡിസ്ക്രൈബ് യുവർ ആക്ഷൻ ഇംഗ്ലീഷ്. അത് വളരെ പ്രധാനമാണ്. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ, കണക്ട് യുവർ ഇമോഷൻ വിത്ത് ഇംഗ്ലീഷ്. പോയിന്റ് നമ്പർ 2 ആണ്, കണക്ട് യുവർ ഇമോഷൻ വിത്ത് ഇംഗ്ലീഷ്. നിങ്ങളുടെ ഇമോഷൻ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുക. ഐ ആം ഹാപ്പി, ഷീ ഈസ് ടയേർഡ്, വി ആർ എക്സോസ്റ്റഡ്, ഷീ ഈസ് സാറ്റിസ്ഫൈഡ്, ഐ ഫീൽ വെരി ടയേർഡ് ടുഡേ, ഐ ഫീൽ ലൈക്ക് ഹാവിങ് എ കോഫി. എനിക്ക് ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, നിങ്ങളുടെ വികാരങ്ങൾ, ഇമോഷനെ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് ഇംഗ്ലീഷിനെ പവർഫുൾ ആക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. നിങ്ങളുടെ ഇമോഷനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക, വളരെ ശരിക്കും ബേസിക്കലി ലാംഗ്വേജ് എന്താണെന്ന് പറയാമോ? ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഷ ആയിക്കോട്ടെ, ലാംഗ്വേജ് ഈസ് സിംപ്ലി എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്. നമ്മുടെ ഇമോഷന്റെ എക്സ്പ്രഷനെയാണ് എന്തെന്ന് പറയുക, ഭാഷ എന്ന് പറയുന്നത്. ശരിയാണോ അല്ലയോ? അല്ലേ? അന്നാലോചിച്ച് നോക്കിയേ. യെസ്. അപ്പോ ഇമോഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, വളരെ വളരെ പ്രധാനമാണ്. അപ്പൊ ആദ്യ പോയിന്റ് എന്തായിരുന്നു, നമ്മൾ ചെയ്യുന്ന ഡെയിലി ആക്ഷൻ അതിനെ ഇംഗ്ലീഷിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ മനസ്സിൽ പറഞ്ഞാൽ മതി. അത് എന്തും ആയിക്കോട്ടെ. ഐ ആം വാക്കിംഗ്, ഐ വാക്ക്, ഐ ഡ്രിങ്ക് ടീ, അങ്ങനെ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്താണോ നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ പറഞ്ഞാൽ മതി. നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്. വി ആർ ട്രെയിനിങ് അവർ മൈൻഡ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. രണ്ടാമത് പറഞ്ഞത് ഇമോഷനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീപ് ഓൺ വാച്ചിങ് അറൗണ്ട് യു ആൻഡ് ട്രൈ ടു ഡിസ്ക്രൈബ് വാട്ട് യു സീ അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റോടി ചുറ്റും നിങ്ങൾ കണ്ണോടിച്ച് എന്താ നിങ്ങൾ അവിടെ കാണുന്നത്, ആ കാണുന്ന കാര്യം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നിൽ എന്താ സംഭവിക്കുന്നത്? ഉദാഹരണത്തിന്, മൈ വൈഫ് ഈസ് മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ. എൻ്റെ ഭാര്യ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ കുട്ടികൾ പഠിക്കുന്നു. മൈ ചിൽഡ്രൻ സ്റ്റഡി. അതായത് ഞാൻ എന്താ പറയുക, എൻ്റെ മുന്നിൽ കാണുന്ന കാര്യമായിട്ട് ഈ പറയുന്നത്. ഓക്കെ, ഒരു നായ ഗേറ്റിനകത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ ഗേറ്റിനടുത്ത് ഇരിക്കുന്നു. എ ഡോഗ് ഈസ് സിറ്റിംഗ് നിയർ ടു ദ ഗേറ്റ്. ഓക്കെ, അവിടെ ഒരു വൈറ്റ് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എ വൈറ്റ് കാർ ഹാസ് പാർക്ക്ഡ് ഓവർ ദെയർ. അപ്പൊ എന്താണ് എൻ്റെ മുന്നിൽ കാണുന്നത്? ഓക്കെ, അത് ഞാൻ പറയാം. പെട്ടെന്ന് പറഞ്ഞല്ലോ, ഒരു പൂച്ച പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു, ഞാൻ അതിനെ ഓടിച്ചു വിട്ടു. അപ്പം ഇവിടെ നമ്മൾ സംഭവമാണ്, എ ക്യാറ്റ് അപ്രോച്ച്ഡ് മീ ആൻഡ് ഐ ഷൂഡ് ഇറ്റ് അവേ. ഇതൊക്കെ എൻ്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ. ഞാനത് അത് ഇംഗ്ലീഷിൽ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ പറയുമ്പോഴെന്തായി, ഒബ്സർവേഷൻ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവും. എന്താ ഒബ്സർവേഷൻ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ? നിരീക്ഷണ വൊക്കാബുലറി. ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് എന്ത്, ഈ ഒബ്സർവേഷൻ വൊക്കാബുലറി. നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിൽ, ഈ ഡേ ടു ഡേ ലൈഫിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് എന്ത്, ഈ ഒബ്സർവേഷൻ വൊക്കാബുലറി എന്ന് പറയുന്ന സാധനം. അത് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും
ഇപ്പൊ സാർ നമുക്ക് ആ വേർഡ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആ കാണുന്നതിന്റെ വേർഡ്സ് കിട്ടിയില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? അത് പറയാം മേഡം. ഡിസ്ക്രൈബ് അതിനൊരു ചെയ്യുമ്പോൾ രീതിയുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. അത് എങ്ങനെ മേഡം പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഷൂ എവേ എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടുക എന്നർത്ഥം. ഷൂ എവേ. അപ്പൊ മേഡം ചോദിച്ചു ശരിയാണ്, അത് എനിക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ അതിലേക്ക് വരാം. എങ്ങനെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പൊ എങ്ങനെ ഈ വാക്ക് ഓക്കെ സാർ. നമ്മളിലേക്ക് വരും? ഒരു കാര്യം എനിക്ക് പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% കറക്റ്റാണ് മേഡം ചോദിച്ചത്. ആ വാക്ക് എനിക്ക് അറിയണ്ടേ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അത് 10 തവണ പറയുമ്പോൾ ഞാൻ ഓർമ്മ വയ്ക്കും, അത് ശരിയാണ്. പക്ഷെ ആദ്യമേ ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് വളരെ കറക്റ്റ് ചോദ്യമാണ്. ഞാനത് പറയാം. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, അത് എങ്ങനെ ഓർമ്മയിൽ വെക്കണം എന്ന് ഞാൻ പറയാം, എങ്ങനെ ഡെവലപ്പ് ആക്കണമെന്ന് പറയാം. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ജസ്റ്റ് ട്രൈ ടു ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻസ് അറൌണ്ട് യു. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന സംഭവം എന്താണ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, ഇംഗ്ലീഷിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റ് അതിനകത്ത് വരുന്നത് ട്രൈ ടു ഡിസ്ക്രൈബ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് അപ്കമിങ് പ്ലാൻസ്. നിങ്ങളുടെ ഭാവി പരിപാടികളും ഇനി വരാനിരിക്കുന്ന പ്രോഗ്രാമുകളും അതും ഇംഗ്ലീഷിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന്, I will go to Dubai next year. I am planning to watch a movie tonight. I will buy a scooter for my daughter. ഇതൊക്കെ എന്താണ് എൻ്റെ അപ്കമിങ് പ്ലാനാണ്. അപ്പം 4 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ആക്ഷൻ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുക, ഇമോഷൻസിനെ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുക. അടുത്തത്, നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുക. ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ അപ്കമിങ് ആക്ടിവിറ്റീസ്, അതിന് ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നത് പോലെ മനസ്സിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ തുടക്കത്തിലൊന്നും കിട്ടില്ല, നമുക്ക് വാക്കുകൾ കിട്ടാതെ നമുക്ക് വരും. ഓക്കെ, പക്ഷേ മുന്നോട്ട് പോകും തോറും ഈ കൺസിസ്റ്റൻസി എന്നുള്ള വാക്കിന്റെ വില, പവർ, അതിന്റെ മാജിക് പവർ എന്താണെന്നുള്ളത് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും. ഈ ഒരു ആക്ടിവിറ്റി മടുപ്പില്ലാതെ അതിന് രസമായി കണ്ടുകൊണ്ട് keep on doing this activity on a regular basis, over time you can experience something amazing is happening in your mind in terms of English fluency. കാരണം ഇത് കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പം ഇപ്പൊ മേഡം ചോദിച്ചതുപോലെ അത് എങ്ങനെ അത് ശരിയാകും എന്നുള്ളത് പിന്നീട് മേഡത്തിന് തന്നെ മനസ്സിലാവും. ഈ ഒരു ചോദ്യം, ഇത് എങ്ങനെ അത് കറക്റ്റ് ആകും എന്നുള്ളത് മുന്നോട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. അതിന്റെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഞാൻ പറയാം. നത്തിങ് ടു ബി കൺസേൺഡ് അബൌട്ട് ദ സെയിം. ഓക്കെ, ഞാനില്ലേ കൂടെ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സെയിം ഒരു കാലത്ത് ഒരു 10 പേരുടെ മുന്നിൽ മുട്ടുവിറച്ച് നിന്നിരുന്ന ഒരു പയ്യൻ ഇന്ന് ഒരു 1,00,000 പേരുടെ മുന്നിലുണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ. ബിക്കോസ് അതിനകത്തെ കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, നമ്മൾ ആർജിച്ചെടുത്ത ആ ഒരു ഡെയിലി ഹാബിറ്റിലൂടെ ആർജിച്ചെടുത്ത അറിവ്, ആ സ്കില്ല്, ആ കോൺഫിഡൻസ്, അതാണ് കാരണം. അത് മാറ്റി നിർത്തിയാൽ ഞാനൊരു സാധാരണക്കാരനാണ്. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതിന്റെ സീക്രട്ട് ഞാനിപ്പോൾ പറയാം. ഓക്കെ, I will tell you the reason why some people are able to speak in fluent English. They are not afraid of being imperfect. They are not afraid of being imperfect. എന്ന് പറഞ്ഞാൽ തെറ്റ് വരുമോ എന്ന പേടി അവർക്കില്ല. എന്തുകൊണ്ടാണ്? തെറ്റ് വരാം, വൊക്കാബുലറി കറക്റ്റായിട്ട് കിട്ടാതെ വരാം, പ്രൊനൗൺസിയേഷൻ തെറ്റാവാം. പക്ഷെ അതിലൊന്നും ഫോക്കസ് ചെയ്യാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്, ദാറ്റ് ഇസ് ഫോർ ദ വെരി റീസൺ വൈ ദേ ആർ ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ആൻഡ് സ്പോണ്ടേനിയസ്ലി. നത്തിങ് സ്റ്റോപ്പ് ദം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന IPS IAS ഓഫീസർമാരില്ലേ, അവർക്ക് ആക്ച്വലി അവരുടെ മാതൃഭാഷ മലയാളമല്ല. ഓക്കെ, എന്നാലും ആ ജോലി എളുപ്പമാക്കാൻ, പൊതുജനങ്ങളുമായിട്ട് സംവേദിക്കാനായിട്ട് അവർ ആ മലയാളം പഠിച്ചെടുക്കും എങ്ങനെയോ. അവരുടെ മലയാളം ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും അല്ലേ? ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, ഉച്ചാരണ പിശകുണ്ട് അല്ലെ എന്ന് കരുതിയിട്ട് അവർ സംസാരിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോവാറുണ്ടോ? മീഡിയയോട് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് അറിയാം അവരുടെ മലയാളം പോരാന്ന്. ബട്ട് അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് വളരെ ബോൾഡായിട്ട് അവർ സംസാരിക്കാറില്ലേ? അവരെ നമ്മൾ മാതൃകയാക്കണം. ശരിയാണോ അല്ലയോ? യെസ്, അവരെ മാതൃകയാക്കുക. അതെ, അവരെപ്പോഴും അവർ ചെയ്യുന്ന പോലെ. അതാണ് അവരും തമ്മിലുള്ള വ്യത്യാസം. They're focusing on just delivering message to the public, and even if they make a mistake, they are least concerned about the same. The end of the day, what matters is what I tell the person who listen to me should understand the idea. So this is what the very purpose of a language. Simple. ഞാൻ നിങ്ങൾക്ക് എന്ത് പറയുന്നുവോ അത് അതിന്റെ ആശയം എന്താണോ അത് ചോർന്ന് പോവാതെ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭാഷയുടെ ഒരു രീതി. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല കേട്ടോ. Fluency is not about being perfect. It's all about being confident. പറയാനുള്ളത് ആത്മവിശ്വാസത്തോടെ പറയാനുള്ള ഇരുന്നുണ്ടെങ്കിൽ അത് മതി, ബാക്കിയെല്ലാം പുറകെ വന്നോളൂ. അതില്ലെങ്കിലോ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടോട്ട് കാര്യമില്ല.
ഓക്കെ, അപ്പൊ നമ്മളൊരു പുതിയ യാത്ര ഒരു സംശയം പറയും വേണം. ഒരു സംശയം. ഈ ഫോറിനേഴ്സ് സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ലല്ലോ ലാംഗ്വേജ്. അതായത് അവരെ മീനിങ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവില്ല. അവര് ഫ്ലുവൻലി പോകുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അതേപോലെ ഇംഗ്ലീഷ് മൂവി കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. അത് എന്താണ് ഇംഗ്ലീഷിന്റെ വേർഡ്സ് അറിയും, പക്ഷെ അത് ക്ലിയർ ആവുന്നില്ല. അത് അവരെ ലാംഗ്വേജിന്റെ അതല്ലേ? അത് ഞാൻ പറയാം മേഡം. നമ്മൾ സാധാരണ നമ്മൾ പരിചയിച്ചിട്ടുള്ളത്, നമ്മുടെ അധ്യാപകർ നമ്മളോട് സംസാരിക്കുന്നത് പൊതുവെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ന്യൂട്രൽ ആക്സെന്റ് ആണ്. അതെ, അതാണ്. ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറഞ്ഞാൽ അതെ, അതെ. പ്രത്യേക ആക്സെന്റിനോട് ചായ്വില്ലാത്ത ഒരു ആക്സെന്റിന് ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് അതാണ് നമുക്ക് പരിചയം. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാം, ആറിന്റെ ഉച്ചാരണം. ആറെന്ന് തന്നെ പറയാം, ആറെന്ന് പറയും. പക്ഷെ ശരിക്കും ആറിന്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് അറിയാം? ആൾ ആൾ. അതാണ്. വേർ ആർ യു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ വേർ ആർ യു എന്ന് അവർ ചോദിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതി പരിചയമില്ല. ഇപ്പം ആക്സെന്റ് മാറ്റി നിർത്തി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ തൃശ്ശൂർ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാസർഗോഡ് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അവർ പറയുന്ന മലയാളം നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന അത്ര എളുപ്പമല്ല. ഓക്കെ, ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. തൃശ്ശൂർകാർക്കൊപ്പം ജീവിച്ച് അല്ലെങ്കിൽ ആ നാട്ടിൽ പോയി കുറച്ചു കാലം നിൽക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുകയോ ചെയ്തെങ്കിലേ ഇവരെന്താ പറയുന്നെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ. മലയാളത്തിന്റെ കാര്യം തന്നെ അതാണെങ്കിൽ, ഒരു നേറ്റീവ് സ്പീക്കർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അയാളുടെ ഒന്നാം ഭാഷയാണത്. ഓക്കെ, ഹി സ്പീക്സ് ഇൻ ഇംഗ്ലീഷ് ദ വേ വി ഡു ഇൻ അവർ നേറ്റീവ് ലാംഗ്വേജ് മലയാളം. നമുക്ക് മലയാളം പോലെ അയാൾക്ക് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ തന്നെ ഈ കാഷ്വൽ ഇംഗ്ലീഷ് നമ്മൾ പറയാണ്, ഞാൻ പോകുകയാണ് എന്നാണ് ഒഫീഷ്യൽ ഇംഗ്ലീഷ്, ഫോർമൽ മലയാളം അല്ലേ? അപ്പൊ നമ്മൾ കൂട്ടുകാരുടെ ഒക്കെ എന്താ പറയാ? ദേ ഞാൻ പോണേ, ശരിയല്ലേ? ദേ ഞാൻ പോണട്ടാ, ശരിയാണല്ലേ? ഞാൻ പോകുകയാണ് എന്ന് സ്പഷ്ടമായിട്ട് നമ്മൾ പറയുവോ? ഇല്ല. അപ്പം ഇത് തന്നെ ഇംഗ്ലീഷുകാരുടെ കാര്യത്തിലും. ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ, ലെറ്റ് മീ ഗോ. ഓക്കെ, ഐ വാണ്ട് ടു ഗോ, ഐ വാണ്ട് ടു ഗോ, ഐ ഹാവ് ടു ഡു ദിസ്, ഐ ഹാവ് ടു ഡു ദിസ്. വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ മേഡം? ആ ഒരു രീതി അതങ്ങനെ പഠിക്കാതെ, സ്ഥിരമായിട്ട് ആക്സെന്റ് കേട്ട് മനസ്സിനെ ട്രെയിൻ ചെയ്യാതെ ഒരിക്കലും ഒരു നേറ്റീവ് സ്പീക്കറിനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷെ അസാധ്യമൊന്നും അല്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മേഡം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് കേട്ടത് അമേരിക്കൻ ആക്സെന്റ് ആണ്, അല്ലെങ്കിൽ ന്യൂസിലൻഡ് ആക്സെന്റ് ആണ്, ഓസ്ട്രേലിയൻ ആക്സെന്റ് ആണ്, UK ആക്സെന്റ് ആണെങ്കിൽ അതാണ് കംഫർട്ടബിൾ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം അത് ശരിയാക്കി എടുക്കാനായിട്ട്? വി മസ്റ്റ് സ്റ്റാർട്ട് ലിസൺ ടു ദോസ് കൈൻഡ്സ് ഓഫ് പോഡ്കാസ്റ്റ് ആൻഡ് സ്പീച്ചേഴ്സ് മോർ. അവരെങ്ങനെ ആ ഒരു ഉച്ചാരണം എങ്ങനെ, അതെ അതെ, അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കൃത്യമായിട്ട് തുടക്കത്തിൽ സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് തന്നെ കേൾക്കാം. പിന്നെ പതുക്കെ ആ സബ് ടൈറ്റിൽ ഓഫ് ചെയ്തിട്ട് കേൾക്കാൻ തുടങ്ങിയാൽ ഈ പറഞ്ഞ പ്രശ്നം നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആക്ച്വലി അവരുടെ നേറ്റീവ് സ്പീക്കേഴ്സിന് മനസ്സിലാക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് വേ ഈസിയർ. ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, രസമാണ് അവരായിട്ട് സംസാരിക്കുന്നത്. ബിക്കോസ് നേറ്റീവ് സ്പീക്കേഴ്സ് ആർ ദ വൺ ഹു എൻകറേജസ് മോസ്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഭാഷ പഠിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ എൻകറേജ് ചെയ്യുന്ന ആരാന്നറിയാമോ? നേറ്റീവ് സ്പീക്കേഴ്സാണ്. അവർക്ക് വലിയ സന്തോഷം അത്. ഓക്കെ, സോ ഡിയർ ഫ്രണ്ട്സ്, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. നമ്മളൊരു ആമുഖം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇതിന്റെ രീതികൾ എന്താണെന്നൊക്കെ നമുക്ക് വിശദമാക്കാം. കാരണം ഒരു സെഷൻ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ജേർണിയാണ്, ഒരു യാത്രയാണ്. ഇതിനകത്ത് ഈ ഡെയിലി ആക്ടിവിറ്റീസ്, അങ്ങനെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഈ ഭാഷയുടെ മർമ്മം എന്ന് വിളിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് യൂസേജ് നമ്മളത് അങ്ങനെ അധികം കേട്ടിട്ടില്ല. ഇപ്പൊ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം അതും കൂടെയാണ്. ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ ആ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ, പൂർണ്ണമായിട്ടും. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഒരു ഹാബിറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ മേലിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടക്കമാണ്. ഇപ്പൊ തൽക്കാലം നമ്മൾ വിട്ടുപറയേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇനി അങ്ങോട്ട് നമുക്ക് ഇനിയും കാണണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം ടു ഫുൾഫിൽ യുവർ ഡ്രീം ദാറ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഓക്കെ, ജോയിൻ മീ, ഐ മേക്ക് യു ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്. ഇത് വെറുതെ പറയുന്നതല്ല, അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെന്താ, ഞാൻ നിങ്ങൾ എവിടെ പോകാൻ? ഞാൻ കോഴിക്കോട്. നാളെ ഇല്ല, ഞാൻ പറയാം, മുൻകൂട്ടി അറിയിക്കാം. ഞാൻ കാലിക്കറ്റ് വരാൻ പോവാ. ഓക്കെ, എനിക്ക് കാലിക്കറ്റ് ഇഷ്ടപ്പെട്ടു, കാലിക്കറ്റ് ആൾക്കാരെ ഇഷ്ടപ്പെട്ടു, കാലിക്കറ്റ് ഫുഡ് വളരെ 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 ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ കാലിക്കറ്റ് വരാൻ പോവാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. ബട്ട് ഹൗവർ ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. ഗോയിങ് ഫോർവേഡ്
ഐ എം പ്ലാനിങ് എ ലോട്ട് ഓഫ് സെഷൻസ് ആൻഡ് ഓൾ ആൻഡ് ബി വിത്ത് മീ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ ടീച്ചറോ ട്രെയിനറോ അല്ല, ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്താണ്. ഐ ആം വൺ എമംഗ് യു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്. വളരെ വളരെ നല്ല ക്ലാസ് താങ്ക് യു അപ്പൊ കോഴിക്കോട് മീറ്റപ്പ് ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് എല്ലാവരും കൂടി കൂടണം. ആയിക്കോട്ടെ, പിന്നെന്താ തീർച്ചയായിട്ടും. ഓക്കെ, ബിഫോർ കൺക്ലൂഡിംഗ് ദിസ് സെഷൻ, ഡെഫിനറ്റ്ലി ഐ എം ഇൻഡെപ്റ്റഡ് ടു മൈ ബ്രദർ ഷാഫി. ഷാഫി ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞതും ഇങ്ങനെ ഒരു തുടക്കം ആവട്ടെ എന്ന് പറഞ്ഞ് എനിക്കൊരു അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട ഷാഫിക്ക് ഞാനൊരു നന്ദി പറയാണ് ആദ്യം. ഓഫ് കോഴ്സ് യുനോ ശരത് ബ്രോയ്ക്കും ഷബീർ ബ്രോയ്ക്കും. ഓക്കെ, അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള കാരണം. അവരോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അപ്പൊ ഇനിയും ആസ് എ ടീം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നിങ്ങളുടെ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവണം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ, സൂപ്പർ ക്ലാസ്. വെൽക്കം. താങ്ക് യു സർ. Welcome everyone. Welcome. Thank you. You're most welcome. സൂപ്പർ ക്ലാസ് ആയിരുന്നു. Thank you very much. Okay. ഇനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ, ഒന്നുമല്ല. ഓക്കെ, ഇതൊക്കെ എന്ത് ഈ സലിംകുമാർ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ എന്ത്, ഇത് അഹങ്കാരം ഒന്നും അല്ല കേട്ടോ. അഹങ്കാരം. താങ്ക് യു. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു.